ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കേരളത്തിലെ ധാർമ്മിക വൈജ്ഞാനിക രംഗത്ത് കേരളീയ മുസ്ലിം സമാജത്തിൻ്റെ പണ്ഡിത തറവാടായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഊർജവും ഉശിരും നൽകി മത ഭൗതിക സമന്വയത്തിൻ്റെ ആളും അർത്ഥവും സമൂഹത്തിന് പകർന്നു നൽകി ശ്ലാഘിക്കപ്പെടേണ്ടുന്ന രീതിയിൽ ഈ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദാറുൽ ഹുദയുടെ മനസ്സും ബുദ്ധിയും ആവാഹിച്ച കേന്ദ്രങ്ങളിലൊന്നായ ഇവിടുത്തെ ഈ ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമിയുടെ 10ാമത് യൂണിയൻ ഇനോഗ്രേഷൻ ലിസാൻ എന്ന പേരിൽ ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ധന്യമായ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ സ്വാദിഖ് അലി ഹുദവി കാവനൂർ അവർകളെ, വേദിയിൽ ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുന്ന സയ്യിദ് ദിൽദാർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഞാൻ ഏറെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എൻ്റെ മുഹബ്ബ് കൂടിയായ ഈ സ്ഥാപനത്തിൻ്റെ നിറസാന്നിധ്യം സയ്യിദ് ഹമീദ് കോയത്തങ്ങൾ, അധ്യാപകർ പ്രിയപ്പെട്ട മുഹമ്മദ് ഹുദവി കാപ്പ്, മുഹിയുദ്ദീൻ കുട്ടി ഹുദവി പാതാർ, ഈ ധന്യമായ ചടങ്ങിൻ്റെ സംഘാടകർ പ്രിയപ്പെട്ട ഷമീം വേങ്ങര, ഇഷാം വാണിയമ്പലം ഉൾപ്പെടെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നല്ലവരായ ഗുരുവര്യന്മാരെ, എൻ്റെ കൊച്ചനുജന്മാരായ പരിശുദ്ധമായ ദീനീ ദഅവത്തിൻ്റെ കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയും പ്രതീകവുമായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകർ വിളിക്കുമ്പോൾ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. റിസൾട്ട് നാളെ വരാനിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് വരാം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നിങ്ങളുടെ ഈ എളിയ ക്ഷണത്തിൽ, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ ഈ വരവിൽ എനിക്ക് സന്തോഷമുണ്ടാകും. നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും അറിവ് നൽകാനും പകരാനും നുകരാനുമൊക്കെ ഈ വേദി ഒരു ഹേതുവായി ഭവിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചടങ്ങ് ഏറ്റതും ഇവിടെ എത്തിപ്പെട്ടതും. റബ്ബ് തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദാറുൽ ഹുദകൾ, നമ്മുടെ സെൻ്ററുകൾ എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഖൽബിയായ കുളിര് നൽകുന്ന ഒരു സ്ഥാപനമാണ്. സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പൊതുവെ കേട്ട ഒരു വാചകം, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഞാൻ അതിനെ ഇങ്ങനെ പരിവർത്തിപ്പിക്കുകയാണ്. സമുദായം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ഹുദവികൾ എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എൻ്റെ ജീവിതവുമായി ഹുദവികൾ
ലയിച്ചു ചേരണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മകളെ ഞാനൊരു ഹുദവിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. 19ാം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന നജ്മൽ ഹുദവി എൻ്റെ മകളുടെ ഭർത്താവും എൻ്റെ മരുമകനും കൂടിയാണ്. അപ്പോൾ ഹുദവികളുമായി ഏതൊക്കെ നിലക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നോ അതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയാണ്. അതടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാനിവിടെ പങ്കെടുക്കുന്നത്. ലിസാൻ എന്ന പേരിലാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ നടക്കുന്നത്. സംഘാടനവും സംഘാടകനുമൊക്കെയാണ് നമ്മുടെ ചർച്ചയിൽ വിഷയീഭവിക്കേണ്ടുന്ന എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡ്യൂട്ടി. ലിസാൻ എന്ന ഈ കൂട്ടായ്മ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയാൻ സാധിച്ചു. തീർച്ചയായും നിങ്ങളുടെ കലാപരമായിട്ടുള്ള ഔന്നത്യം കൂടുതൽ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ക്രോഡീകരിച്ച ആ നാമം തന്നെ മഹത്തരാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ എന്ന പരിശുദ്ധ ഖുർആനിലെ വചനം ഞാൻ ഈ സമയത്ത് ഓർക്കുക. ആ വചനത്തിൽ പെടുന്നതാണ് വലിസാനൻ. അത് വല്ലാത്തൊരു കൗതുകം തന്നെയാണ്. ദീനീ ദഅവത്തിൻ്റെ കാര്യത്തിൽ ലിസാനുമായി വലിയൊരു ബന്ധമുണ്ട്. നാവ് ഒരു വലിയ ഘടകമാണ്. ലിസാനി സബ്ഉൻ ഇൻ അർസൽതഹു അകലനി. നാവ് ഒരു വന്യമൃഗമാണ്, ഒരു അക്രമം ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. ശ്രദ്ധിക്കണേ. അതിന് വെറുതെ കയറൂരി വിട്ടാൽ അത് എന്നെ തന്നെ തിന്നുന്നതാണ്. അപ്പം നാവിനെ കൺട്രോൾ ചെയ്ത് നീങ്ങിയാൽ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാവ് കൊണ്ട് ദീനീ ദഅവത്തിൻ്റെ കാര്യത്തിൽ അവർ നടത്തിയ സേവനങ്ങൾ മഹത്തരാണ്. ദഅവത്തിൻ്റെ കാര്യത്തിന് നാവ് മാത്രമല്ല, എഴുത്തും വലിയ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് മാധ്യമങ്ങളും ശ്രാവ്യ രംഗത്ത് കേൾക്കേണ്ടുന്ന സോഷ്യൽ മീഡിയ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. മാലിക് ദിനാറും അനുയായികളും കടന്നു വന്ന കാലത്ത് TV ഇല്ല, വാട്സപ്പില്ല, പ്രസിദ്ധീകരണമില്ല. പിന്നെ എങ്ങനെ ദീൻ പ്രചരിപ്പിച്ചു? അവിടുത്തെ അവരുടെ മാധ്യമം കൽബാണ്, മാതൃകായോഗ്യമായ ജീവിതം തന്നെ. അത് കണ്ടു കോപ്പിയടിച്ചു, അല്ലാണ്ട് പ്രസംഗം കേട്ടല്ല. അവരുടെ ശൈലിയും രീതിയും ആളുകളോടുള്ള പെരുമാറ്റവും കണ്ടപ്പോൾ ധാരാളം നാട് ഇസ്ലാമിലേക്ക് വന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മറ്റൊരു കണ്ണുകൊണ്ട് നോക്കുന്ന ആളുമാണ്. ഇന്ത്യയിൽ ദഅവത്തിൻ്റെ കാര്യത്തിൽ വേറിട്ട ഒരു ശബ്ദമാണ് അജ്മീരിലെ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അവർകൾ. മഹാനവർകൾ 8 ലക്ഷത്തോളം ആളുകളെ പരിശുദ്ധ ദീനിൻ്റെ പാന്താവിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അന്തരീക്ഷം അനുകൂലമല്ലെങ്കിൽ പോലും ദഅവത്തിൻ്റെ കാര്യത്തിൽ ഉത്തരേന്ത്യൻ മേഖല തൊട്ട് പ്രശ്നസങ്കീർണമായ നാടുകളിലൊക്കെ പോയി ദഅവത്ത് നടത്തുന്നതിൽ കേമന്മാരാണ് ഹുദവികൾ. യാത്രക്കിടയിൽ ഞാൻ എൻ്റെ വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഹുദവികളെ ചെക്ക് ചെയ്യാറുണ്ട്. പേരൊന്നും പറയില്ല. ഒരു അപരിചിതനെ പോലെ വന്നോൻ്റെ പേര് ചോദിക്കും, എവിടെ പഠിക്കുന്നത് ചോദിക്കും. ഇത് ഞാൻ കുറേ പൊട്ടപ്പോയത്തം പറഞ്ഞു നോക്കും. എൻ്റെ വിഡ്ഢിത്തവും പൊട്ടത്തരമൊക്കെ തിരുത്തി വളരെ മനോഹരമായി എന്നെ കീഴ്പ്പെടുത്തുന്ന ആ ഹുദവി ശൈലി കണ്ട് ആനന്ദലബ്ധി അടയാനാണ് ഞാൻ ആ തന്ത്രം പ്രയോഗിക്കാറ്. അതൊരു ഹിക്മത്താണ്. വണ്ടി ഏത് കൊടുങ്കാട്ടിലൂടെ പോയാലും വേഷത്തിൽ മാറാതെ പറയാനുള്ളത് പറയേണ്ടവരോട് പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറഞ്ഞു. ചോദിക്കേണ്ടത് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കാതെ ചോദിച്ചു.
ഹുദവികൾ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലാണ്. അള്ളാഹു ആ ഇസ്സത്ത് എന്നൊന്ന് നിലനിർത്തുമാറാകട്ടെ. എന്നെ ഏൽപ്പിച്ച കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സമയം ക്രമീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സംഘാടനം മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഒറ്റക്ക്, പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സംഘടിതമായി ചെയ്യുന്നതിന് വലിയ ഫളിലുകൾ ഉണ്ടല്ലോ ദീനിൽ. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബിസബഈൻ വഇശ്രീന ദറജ, 27 പദവി കൂടുതൽ ജമാഅത്തായിട്ടുള്ള നിസ്കാരം. ഇതേ ഒരു നിസ്കാരം ലോഹറന്നെ കൂട്ടത്തിൽ നിസ്കരിക്കുമ്പോൾ അതിന് ഡിഗ്രി കൂടുകയാണ്. നിങ്ങൾ സമൂഹമായിരുന്ന് ഭക്ഷണം കഴിക്കുക. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം സമൂഹത്തോടൊപ്പമാണ്. അമ്മയും ബാപ്പയും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ നമുക്ക് ജീവിച്ചിരുന്ന ഒരു റോൾ മോഡൽ എൻ്റെ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ കൂട്ടമായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരായിരിക്കുന്നവരൊക്കെ. മാത്രമല്ല, ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ ചെന്നായ പിടിക്കാനും എളുപ്പമാണ്. കൂട്ടത്തിൽ ചേരണം. സംഘടിക്കൽ അൽ ഇത്തിഹാദ് ഖുവ്വത്തുൻ. സംഘടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിമയമാണ്. ഒരു ചെറിയ നാരാണ് കൂട്ടമായി ഒരു കയറായി മാറുന്നത്. ആ കയറിന് ആ നാരിനേക്കാൾ ബലം ഉണ്ടാവും. ഇത് തന്നെ സംഘടന. അങ്ങനെ ലോകക്രമത്തിൽ എല്ലാവരും സംഘടിച്ചിട്ടുണ്ട്. വേണ്ടവരും വേണ്ടാത്തവരൊക്കെ സംഘടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും സംഘടിച്ചിട്ടുണ്ട്. തൊഴിലാളി വർഗവും മുതലാളി വർഗവും സംഘടിച്ചിട്ടുണ്ട്. മക്കളെ, ദാറുൽ ഹുദയിലെ കുട്ടികളെ, നിങ്ങൾ ദാറുൽ ഹുദയുടെ 4 ചുമരുകൾക്കകത്തല്ല എന്നാണ് ഞാൻ ഇതുവരെയൊക്കെ സൂചിപ്പിച്ചത്. ഈ നറുമണം എല്ലാ മേഖലയിലും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഈ വിനീതൻ. ദാറുൽ ഹുദ പോലെയുള്ള സംരംഭങ്ങളെ ഭരണസിരാ കേന്ദ്രത്തിൽ വേണം. MLA ആവണം, MP മാരുണ്ടാകണം, മന്ത്രിമാരുണ്ടാകണം, വക്കീലന്മാർ വേണം. ജുഡീഷ്യൽ സംവിധാനത്തിൽ വിധി പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ഹുദവികളായി വന്നാൽ തീർച്ചയായും അതിൻ്റെ മഹിമ, നറുമണം ഈ സമൂഹം മനസ്സിലാക്കിയിരിക്കും. നമ്മെ അടുത്തറിഞ്ഞാൽ നമ്മെ അല്ലാത്തവരൊക്കെ എടുത്തെറിയേണ്ടി വരും. അത്രത്തോളം നമ്മൾ ഉന്നത ശ്രേണിയിലാണ്. നമ്മൾ അടുത്ത് മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ നടമാടുമ്പോഴും ഹുദവികളായ സഹോദരന്മാർ അതിനെ നേരിടുന്ന രീതി നമ്മുടെ ഹാദിയെയും ആ സംഘടിത രൂപത്തിൻ്റെ ജീവിച്ചിരിക്കുന്നൊരു തെളിവാണ്. ഒറ്റക്ക് നിന്നാൽ ഒന്നും നേടാൻ കഴിയില്ല, കൂട്ടായിട്ട് വേണം. അങ്ങനെയാണ് അലയൻസുകൾ, സഖ്യങ്ങൾ ഉണ്ടാകുന്നത്. UDF, LDF ഒക്കെ ഒരു മിനിമം കോമൺ പ്രോഗ്രാം എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു പൊതു മിനിമം പരിപാടി, ഏകദേശം യോജിക്കാവുന്നത്. എല്ലാ കാര്യത്തിലും എല്ലാവരും യോജിക്കണം എന്നില്ല. തറാവീഹിൽ തന്നെ പല ഐറ്റുണ്ട്. 20 ഉള്ളവരുണ്ട്, 8 ഉള്ളവരുണ്ട്, ബസ് സ്റ്റാൻഡ് ഖിബിലയാക്കിയ വട്ടപൂജ്യക്കാരുണ്ട്. ഇതിനിടയിൽ എല്ലാവരുടെ ഇടയിലും നമ്മെ ഉൾക്കൊള്ളാൻ കഴിയണം. ഒരു ഫുട്ബോൾ ടീമിൽ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാറുണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ IM വിജയനുണ്ട്, ഷറഫ് അലി ഉണ്ട്. ഷറഫ് അലി സൈഡിട്ട് കൊടുക്കുമ്പോൾ IM വിജയനൊക്കെ ഈ പട്ടികജാതി അല്ലേ എന്ന് പറഞ്ഞാൽ ജമ്മത്തിൽ സൈഡിട്ട് കൊടുക്കാനും കഴിയില്ല, ഇന്ത്യക്ക് ട്രോഫി വാങ്ങാനും കഴിയില്ല. പട്ടികജാതിക്കാരനും മുന്നോക്ക ജാതിക്കാരനും പിന്നോക്ക ജാതിക്കാരനും ദളിതനും മുസ്ലിമും എല്ലാം സൈഡിട്ട് കളിച്ചെങ്കിലേ ഇന്ത്യ ഗോളടിക്കാൻ പറ്റും. അത് മുസ്ലിം സമാജത്തിൻ്റെ കൂട്ടായ്മയിലും അങ്ങനെ ഉണ്ട്. സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, തബ്ലീഗുണ്ട്, അഹ്ലെ ഹദീസുണ്ട്, അഹ്ലെ ഖുർആൻ, അങ്ങനെ ത്വരീഖത്ത് തൊട്ട്
കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട്. അവർക്കൊരു പൊതു നയം ഉണ്ടാവും. ഒരു ടീമായി പോകുമ്പോഴുള്ള അജണ്ട എന്താ? ഒരു ടീം, ഫുട്ബോൾ ടീം പോകുമ്പോഴുള്ള അജണ്ട എന്താ? ടീമിന് ട്രോഫി വാങ്ങണം എന്നാണ് അല്ലേ? അതെ, ട്രോഫി വാങ്ങണം എന്നുള്ളതാണ്. അവിടെ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെക്കണം. ഗോളടിക്കുക എന്നതാണ് നിയ്യത്ത്. അതോടൊപ്പം വേറൊരു ഷർത്തും കൂടിയുണ്ട്, ഓഫ് ഇറങ്ങാതിരിക്കുക. അതും കൂടി പെട്ടതാണ്. നയിച്ച് ആ പോസ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ വരെ ഇതേ നമ്മളെ ടീമിൽ ഒരുത്തൻ ഓഫ് ഇറങ്ങിയാൽ ആ കളി ബാത്തിലാണ്, അല്ലെങ്കിൽ ആ മുന്നേറ്റം ബാത്തിലാണ്. അപ്പോൾ വളരെ ഒത്തൊരുമിച്ച് ഷർത്തും ഫറളും പാലിച്ച് അവനവൻ്റെ കളി, അതാണ് അവനവൻ്റെ കളി കഴിവ്, അവനവൻ്റെ ആദർശം ഉറപ്പിച്ചുകൊണ്ട് തന്നെ, രൂഢമൂലമാക്കിക്കൊണ്ട് തന്നെ മറ്റുള്ളവരോട് സഹിഷ്ണുത കാണിക്കുന്ന ആ ഒരു ശൈലി. വ്യത്യസ്ത കൊടികളുള്ള പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ. പച്ചുണ്ട്, ചുവപ്പുണ്ട്, ത്രിവർണ്ണുണ്ട്, കുങ്കുമുണ്ട്. പക്ഷെ മനുഷ്യരെ അവസാനം എല്ലാവർക്കും ഒരൊറ്റ കൊടിയേ ഉള്ളൂ, വെള്ള കഫൻ തുണി. അങ്ങനെ കിടക്കുമ്പോൾ നമ്മെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കാനാകണം സംഘാടകൻ. ഇത് സുന്നിയായാലും മുജാഹിദായാലും മറ്റുള്ളതായാലും ഏത് പാർട്ടി, ഏത് സംഘടന, ഏത് ക്ലബ്ബ്, ഏത് കൂട്ടായ്മയാകട്ടെ, നമ്മെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. അവസാനം ഓൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഭയങ്കര മനുഷ്യപ്പറ്റായിരുന്നു. അതാ പൊന്നു ശിഹാബ് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ 1000 നാവായിരുന്നു. ദി ലാസ്റ്റ് പ്രൊഫറ്റ് ഈസ് ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അവസാന പ്രവാചകൻ എന്ന് ഹിന്ദു പത്രമാണ് എഴുതിയത്. അങ്ങനെ പറയിപ്പിച്ചത് എന്തുകൊണ്ടാണ്? സ്വന്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഒരു ഇല്ലാത്ത കഴിവാണ്. ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം കൂട്ടായ്മയിൽ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. മാത്രമല്ല, വേറെ രസം കൂടി ഉണ്ട്. പൊന്നാനി മഅ്വുനത്തിൻ്റെ പ്രസിഡൻ്റാണ് ആര്? ശിഹാബ് തങ്ങൾ. പൊന്നാനി മഅ്വുനത്ത് എന്തിനുണ്ടാക്കിയതാ മക്കളെ? ദീൻ വിശ്വസിക്കാൻ. മറ്റ് മതങ്ങളിൽ നിന്ന് വരുന്നവരെ ആ ആശ്ലേഷണത്തിനുള്ള വേദി ഒരുക്കിയ സ്ഥാപനമാണ് മഅ്വുനത്ത്. ആ തങ്ങളെയാണ് അമ്പല കമ്മിറ്റി സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. അവർ വല്ലാത്ത കൗതുകമാണ്. അതിന് ഇങ്ങോട്ട് വരുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ഒരാളെ ഇവിടുന്നാണ്ട് കൊണ്ടുപോയി സ്വീകരിക്കുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു കിട്ടലാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അതാണ് എൻ്റെ ആമുഖത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നത്. അവനവൻ്റെ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മാനിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. നമ്മുടെ ശൈലിയും സ്വഭാവവും ഒക്കെ മറ്റുള്ളവരെ കാണിപ്പിക്കാനും കഴിയും. അപ്പോൾ വയനാട് ദുരന്തത്തിൽ കുറേ വീട് കിട്ടിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ദാനധർമ്മശീലങ്ങളെയാണ് വാഴ്ത്തപ്പെട്ടത്. ഇവരിങ്ങനെയാണ്, ഇവർക്ക് വേറൊരു നോട്ടമില്ല, ഇവർ കൂടിയാൽ കോടൂല, ഇവർ വിശ്വസിച്ചാൽ വഞ്ചിക്കൂല, ഇവരെ ഏത് ടീമിലും കൂട്ടാം. കോലം ഏതായിക്കോട്ടെ, പേരെന്തായിക്കോട്ടെ, പേര് പലതും ഉണ്ടാവും. പല ആളുകൾക്കും പല പേരുണ്ടാവും. ആ പേരിൽ അവർ സംഘടിച്ച എന്താ കുഴപ്പം? ആദിവാസി ഗോത്ര മഹാസഭ, ആദിവാസികളുടെ ഉന്നമനത്തിനുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളെന്തിനാ എതിർക്കണേ? ആദിവാസികൾ മാത്രമുള്ള അത് വർഗീയമായി കാണുക, അത് പറ്റൂല. അവർക്ക് അവരുടെ മുറാദുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച, ജാർഖണ്ഡുകാരുടെ മുക്തിയാണ് അവരുടെ മുറാദ്. അപ്പോൾ അത് കിട്ടാൻ ദ്രാവിഡ മുന്നേറ്റ കഴകം തമിഴ്നാട്ടിൽ, സ്റ്റാലിൻ അതാണ്, ജയലളിത അതാണ്. ദ്രാവിഡന്മാരുടെ മുന്നോക്കാണ് ലക്ഷ്യം. ഓല് എന്നായിക്കോട്ടെ, ഓല് പോയിക്കോട്ടെ. എവിടെ വർഗീയത വരുന്നത് അറിയോ? മറ്റുള്ളവനെ തടുക്കുമ്പോഴാണ്, മറ്റുള്ളവന് പ്രയാസം സൃഷ്ടിക്കുമ്പോഴാണ്. അതിലാണ് ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗൊക്കെ. ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുക. അന്ന് സംഘടിക്കുമ്പോൾ ചിലവർ പറഞ്ഞു, ഇതിനങ്ങനെ ന്യൂനപക്ഷം മാത്രം, നമുക്ക് മനുഷ്യന്മാരെ സംഘടിപ്പിച്ചൂടെ? എന്നാൽ തൊഴിലാളി വർഗം മാത്രം സംഘടിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ തൊഴിലാളി വർഗം? തൊഴിലാളിക്ക് കൂലി കൊടുക്കണമെങ്കിൽ ആര് വേണം? മുതലാളി വേണം. മുതലാളിനെ ഒറ്റപ്പെടുത്തിയിട്ട് വർഗീയമായി കാണുമ്പോൾ തൊഴിലാളിക്ക് പിന്നെ ഇവിടുന്ന് കൂലി കിട്ടുക? തൊഴിലാളി മുതലാളിയോടുള്ള അവകാശം ചോദിച്ചാൽ മാത്രം പോരാ, കടമ നിർവഹിച്ച് വാങ്ങാനും കഴിയണം. അതിനാണ് പരിശുദ്ധ ദീൻ. വിയർപ്പ് പറ്റുന്നതിന് മുമ്പേ
തൊഴിലാളിക്ക് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചത്. അത് ആരോടാ പറഞ്ഞു കൊടുക്കേണ്ടത്? കൂലി കൊടുക്കണമെന്ന് മുതലാളിയോട്, ഉടമസ്ഥനോട്. ഉടമസ്ഥന് ആ കടമയും തൊഴിലാളിയോട് ഈ കടമയും. കടമ കൂലി വാങ്ങി പോയാൽ പോരാ, മര്യാദക്ക് പണി കൊടുക്കണം. ഓരോരുത്തരുടെയും കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തിഹി. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം വളരെ വലുതാണ്. നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്വം, ഉസ്താദന്മാർ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം, പഞ്ചായത്ത് മെമ്പർ നാട്ടിൽ വികസനം കൊണ്ടുവരിക എന്നുള്ളത്, പ്രസിഡന്റ് എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളത്, രാഷ്ട്രപതി, സദറുസ്താദ്, പ്രിൻസിപ്പള്, എല്ലാവർക്കും ഉണ്ട് ഓരോ ഉത്തരവാദിത്വം. അവരെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷം ഇങ്ങനെ സംഘടിതമായി നീങ്ങിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു ന്യൂനപക്ഷത്തിനായിട്ടൊരു സംഘടന, നിങ്ങൾ ആവശ്യമൊക്കെ വെള്ള പേപ്പറിൽ എഴുതി തന്നാൽ നമ്മൾ നോക്കിക്കോളാം. അന്ന് അതിൻ്റെ അമരത്തിരുന്ന ഖായിദമിൽ അദ്ദേഹം പറഞ്ഞു, എന്നും ഇപ്പം നിങ്ങൾ തന്നെ അമരത്തുണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ, ആൾക്കാർ മാറി മാറി വരും, അപ്പം ഇതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. പറഞ്ഞ പോലെ അതിൽ എപ്പോൾ ആരാ വന്നത്? മോഡി അല്ലേ? മോഡി SIR നടപ്പിലാക്കി, CAA നടപ്പിലാക്കി, NRC നടപ്പിലാക്കി. മുസ്ലിമിന് ഇവിടെ താമസിക്കാൻ തന്നെ മുസൽമാനോം കി ദോഹിംസ്ഥാൻ പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ. മുസൽമാന് രണ്ട് സ്ഥലമേ ഉള്ളൂ, ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ. ഇയാളൊക്കെ കണ്ടിട്ട് നമ്മൾ അന്ന് ഇത് പിരിച്ചു വിടുകയാണെങ്കിലോ? ന്യൂനപക്ഷവും നിൽക്കാൻ തീരുമാനിച്ചു സംഘടിതമായിട്ട്. വലിയ വലിയ പാർട്ടിക്കാർ പറഞ്ഞേ മനുഷ്യന്മാരൊക്കെ ഒന്നായിട്ട് നിൽക്കുക വേണ്ടത്, ന്യൂനപക്ഷം പ്രത്യേകമായി സംഘടിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? ന്യൂനപക്ഷം പ്രത്യേകം സംഘടിക്കണോ? ആദിവാസികൾ സംഘടിച്ചു, ജാർഖണ്ഡ് മുക്തി മോർച്ച, ദ്രാവിഡ മുന്നേറ്റ കഴകം, നായർ സർവീസ് സൊസൈറ്റി, ശ്രീ നാരായണ ധർമ്മ പരിപാലന സംഘം, ഓരോരുത്തരും ദളിതനും നായരും തീയരും എല്ലാവരും ഇങ്ങനെ സംഘടിക്കുകയാണ്. പിന്നെ ന്യൂനപക്ഷം മാത്രം, മുസ്ലിങ്ങൾ മാത്രം സംഘടിച്ചാൽ എന്താ കുഴപ്പം? അപ്പം ചിലർ പറഞ്ഞു പേരാണ് പ്രശ്നം. പേരാണോ പ്രശ്നം? പേരല്ല തീരുമാനിക്കുന്നത്, ആളെ ശൈലിയാണ്. പച്ച പൊള്ളു പറയുന്നവന് സ്വാദിഖ് എന്ന് പേരുണ്ടാവും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ഉറുപ്പ്യ ചെലവാക്കാത്തവന് ജവാദ് എന്ന് പേരുണ്ടാവും. അപ്പം ഞാനൊരു ദിവസം കാസർകോട്ടേക്ക് പോകുമ്പോൾ ട്രെയിനിൽ ഒരു ദുർഗന്ധം, കമ്പാർട്ട്മെൻറ്റിൽ വമ്പിച്ച വാസന. TTR വിളിച്ച് പറഞ്ഞു എന്തോ ചത്ത് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സീറ്റിൻ്റെ അടിയിൽ ഒരു തമിഴൻ മൂത്രമൊഴിച്ച് കിടക്കുകയാണ്. TTR അവനെ വിളിച്ചുണർത്തി, അവനോട് ചോദിച്ചു പേരെന്താ? അവൻ പറഞ്ഞു അഴകൻ. പേര് അഴകൻ, ചൂരോ മാതല്ലാ, 4 അയലത്ത് നിൽക്കാൻ പറ്റാത്തത്. പേരും നന്നാകണം, ചൂരും നന്നാകണം. അവൻ്റെ പേരതാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പേരിട്ട് വന്നോ, പിന്നോക്കക്കാരൻ ദളിതൻ്റെ പേരിട്ട് വന്നതുകൊണ്ടോ അതല്ല നോക്കേണ്ടത്. പേരല്ല, പ്രവർത്തന നോക്കേണ്ടത്. മറ്റുള്ള ആളുകളെ തടസ്സപ്പെടുത്താതെ നീങ്ങുക. അങ്ങനെ ന്യൂനപക്ഷം സംഘടിച്ചാൽ വലിയ വിപത്തുണ്ടാവും എന്നൊക്കെ ധരിച്ചു വശായൊരു കാലത്ത് നമ്മുടെ നാട്ടിലെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റുകളൊക്കെ പറഞ്ഞു ന്യൂനപക്ഷം അങ്ങനെ വേറെ സംഘടിക്കുന്നത് ശരിയല്ല. എന്നൊരു രസം കേൾക്കണം നമുക്ക്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ന്യൂനപക്ഷ സെല്ലുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ന്യൂനപക്ഷ കോൺഗ്രസ് ഉണ്ട്. പാർട്ടി എല്ലാവരും നോക്കും, പിന്നെന്തിനാ അവർ ന്യൂനപക്ഷങ്ങൾക്കൊരു പാർട്ടി എന്നാണ് അവർ ചോദിച്ചത്. എന്നിട്ട് ഇവരുണ്ടാക്കിയ പാർട്ടി എന്താ പിന്നീട്? ന്യൂനപക്ഷ സെല്ല്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ന്യൂനപക്ഷ സെൽ. CPM കമ്മ്യൂണിസ്റ്റുകളുടെ ന്യൂനപക്ഷ സെല്ലിൻ്റെ അമീർ ആരാന്നറിയോ? മുഹമ്മദ് സലീമാണ്. സഖാവ് മുഹമ്മദ് സലീം, ബംഗാളുകാരനാണ്. BJPക്ക് ന്യൂനപക്ഷ സെൽ, ന്യൂനപക്ഷ മോർച്ച, മുഖ്താർ അബ്ബാസ് നഖ്വിയാണ് അതിൻ്റെ ഇമാമ്. അപ്പോൾ വൻകിട രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു എന്തിനാ ഈ ന്യൂനപക്ഷങ്ങൾ മാത്രം സംഘടിക്കണമെന്ന്. അവർ പറഞ്ഞത് എല്ലാവരും നോക്കുമല്ലോ നമ്മളെ പാർട്ടി, പിന്നെന്തിനാ ന്യൂനപക്ഷം പ്രത്യേകം ഉണ്ടാക്കണത്.
എന്നിട്ട് ഈ പഹയന്മാർ ചെയ്തത് എന്താ അറിയോ, അവരൊക്കെ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഉണ്ട്, ന്യൂനപക്ഷ മോർച്ചയുണ്ട്, അതുപോലെ തന്നെ മൈനോറിറ്റി കോൺഗ്രസ്, ന്യൂനപക്ഷ. അപ്പോൾ ഇവരെ പാർട്ടിയിൽ നിന്ന് എഴുതിയാണ്ട് അതിൽ പിന്നെ ഒരു ന്യൂനപക്ഷം എന്ന് എടുത്ത് എഴുതുക, പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം. എന്ത് രസമാണ് അതിൽ, പ്രസവ വാർഡ് എന്ന് എഴുതിയാൽ തന്നെ അത് ആർക്കുള്ളതാ, ആണുങ്ങളെ വൈക്ക് പോകരുതെന്ന് കഴിയുമ്പോൾ മലയാളത്തിലുണ്ടല്ലോ. പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതുന്നതിന് തുല്യമായി പോയി ഇപ്പം അവരുടെ ശൈലിയൊക്കെ. ഇപ്പം ന്യൂനപക്ഷത്തിൻ്റെ കാര്യം ചോദിക്കാൻ സംഘടിതമായി നീങ്ങിയാൽ അതൊരു തെറ്റല്ല. ഞാനൊക്കെ അതിൻ്റെ ഒരു ഖാദിമാണ്. ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊരു ഭരണഘടന ഉണ്ട്. ആരാ മക്കളെ ഭരണഘടനയുടെ ശില്പി? ഭീമറാവ് അംബേദ്കർ. ഈ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്താൻ കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ ജയിച്ച ഒരാളെ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരത്തെ മഹാരാഷ്ട്രയിൽ തോൽപ്പിച്ച അംബേദ്കർ കൊണ്ടുവന്ന് ബംഗാളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് മുസ്ലിം ലീഗ് രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയച്ച മഹാനാണ് ആര്? അംബേദ്കർ. അംബേദ്കറെ കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക. ഭരണഘടനാ ശില്പി മാത്രമൊന്നല്ല, അപാര പണ്ഡിതന്. ധനതത്വശാസ്ത്രം, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര അധികം പഠിച്ചൊരു മഹാൻ വേറെ ഇന്ത്യയിൽ മൻമോഹൻ സിംഗിന് പോലും കഴിയില്ല. റിസർവ് ബാങ്കിൻ്റെ ഗവർണറൊക്കെ ആയിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിൻ്റെ ഒപ്പ് നോട്ടുമ്മ കാണാം. മൻമോഹൻ സിംഗിൻ്റെ ഒപ്പ് ഇപ്പോഴും ഉണ്ട് നോട്ടുമ്മൽ. അതിനൊക്കെ മുമ്പ് ഇന്ത്യയുടെ സമ്പദ്ഘടന ഇത്ര ആറ്റിക്കുറുക്കി പഠിച്ചൊരു മഹാൻ അദ്ദേഹമാണ്. തൊഴിലാളികളുടെ വിഷയം, ന്യൂനപക്ഷ ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് എന്തൊക്കെ നാട്ടിൽ ഈ ഈക്വാലിറ്റി പറഞ്ഞാൽ സാമൂഹിക സന്തുലിതാവസ്ഥക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാമെന്ന് ആഴത്തിൽ പഠിച്ചൊരു മഹാനും കൂടിയാണ് അംബേദ്കർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പാണക്കാട് തങ്ങളുടെയൊക്കെ പാർട്ടിയുടെ ആദ്യത്തെ ആ നേതാക്കന്മാരാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെ കുട്ടിയാന്ന് പറയാം, അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത്. അതിൻ്റെ മഹത്തരാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കണ്ടത്. സ്ത്രീ സംവരണം വന്നപ്പോൾ വോട്ടിനിട്ട് തോൽപ്പിച്ചു. 2 സഭയിലും BJP ഉണ്ടായിട്ടും വോട്ടിനിട്ട് തോറ്റു. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വില. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ. എൻ്റെ വായനയിൽ എനിക്കിഷ്ടപ്പെട്ടത് ആരെ ഡെഫിനിഷൻ എന്നറിയാം? ഗാന്ധിയുടെ, മഹാത്മാഗാന്ധി. എന്താ ജനാധിപത്യം എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം 100ൽ 99 ഭൂരിപക്ഷം. ഗാന്ധിജിയുടെ ഉത്തരമാണ് 100ൽ 99 ഭൂരിപക്ഷം. പക്ഷെ തോറ്റ ഒരാളുടെ കൂടി അഭിപ്രായം മാനിച്ച് അയാളുടെ കൂടി അഭിപ്രായം തേടുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം അതിനൊരു കമാലിയത്ത്, പരിപൂർണത കിട്ടുന്നത്. ഇപ്പം നിങ്ങളുടെ ലിസാൻ, അതിൽ ആദ്യം സ്വാഗത ഗാനം പാടണോ അതോ സ്വാഗത പ്രസംഗം മതിയോ എന്ന് ചർച്ച. എത്ര അംഗങ്ങളുണ്ട് അതിൽ? എക്സിക്യൂട്ടീവ് ഞാൻ എക്സാമ്പിൾ പറയാം, 11 ആൾ. ഒരാൾ പറയാണ് സ്വാഗതഗാനം കൊണ്ടാണ് തുടങ്ങേണ്ടത്. ആ പറയുന്ന ഒരാളാണെങ്കിലും മറ്റ് 10 ആളുകളും അയാളിലേക്ക് ഇങ്ങോട്ട് ചായുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത്. ഇപ്പം നബിദിന ജാഥ പോകുമ്പോൾ ആ ഇടയിൽ കൂടി പോകണം, ഈ ഇടയിൽ കൂടി പോകണം. ഒരാൾ നിന്നിട്ട് പറയാം അവിടുന്ന് തുടങ്ങണം. അപ്പോൾ കമ്മിറ്റി അംഗങ്ങളിലെ 100 ആളുകളിൽ 99 ആളും പറയാം ഓ അങ്ങനെ പറഞ്ഞാലും അതിൽ കഴമ്പൊന്നുമില്ല, നമ്മൾ ഇവിടെ തന്നെ തുടങ്ങേണ്ട ഭൂരിപക്ഷം നമുക്ക് എന്നാലും വേണ്ടില്ല, ഓനെ സന്തോഷിപ്പിക്കാൻ അതിൻ്റെ കൂടെ നിന്നെടുത്താൽ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരിപൂർണത. ഇത് പഠിപ്പിച്ച മഹാനാണ് ആര്? ഗാന്ധി. ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റവും നല്ല ഡെഫിനിഷൻ വിവക്ഷ. മതേതരത്വം എന്നാൽ എന്ത് എന്നതിൻ്റെ ഉത്തരം നൽകിയത് എൻ്റെ വായനയിൽ സ്വാമി വിവേകാനന്ദനാണ്.
അദ്ദേഹത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ്? മതേതരത്വം എന്നാൽ എന്ത്? ആൻസർ: എൻ്റെ ക്ഷേത്രത്തിൻ്റെ പടിവാതിൽക്കൽ വന്നൊരു നിരീശ്വരവാദിക്ക് തൻ്റെ പ്രത്യയശാസ്ത്രത്തെപ്പറ്റി പറയാൻ അധികാരമുള്ളൊരു ഇന്ത്യ. അയ്യ, ഭയങ്കര വർത്താനാണ്. എൻ്റെ ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ ചങ്ങായിക്ക് ഓൻ്റെ നിരീശ്വരത്വം എന്തോ ആയിക്കോട്ടെ അത് ഇവിടെ വന്നും പറയാൻ അധികാരമുള്ള. ഞാൻ പറയുന്നു, ഹുദവികളെ, നിങ്ങൾ ഓരോ മഹല്ലത്തിൽ ഖത്തീബും മുദരിസൊക്കെ ആയി പോകേണ്ടവരാണ്. നിങ്ങൾ ആരെ നോക്കിയാൽ സംസാരിക്കേണ്ടത്? അവിടെ ആ മഹലിൽ ആരെ നോക്കിയാൽ സംസാരിക്കേണ്ടത്? ഏറ്റവും ബാക്ക്വേർഡായ ആളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിൽ താലോലിച്ചാൽ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സാഹിത്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. ആ സദസ്സിൽ ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ ഉണ്ടാവും. ഓൻ്റെ മുമ്പിൽ ഓനക്കനുസരിച്ച് വർത്താനം പറയാം. ഇപ്പം ക്ഷന്തവ്യമല്ല, ഭൂഷണമല്ല എന്നൊക്കെ പറയാം. സോഡ കുടിച്ചാലും കൂടി ദഹിക്കൂല ആ വർത്താനം. ഞാൻ ഓനോട് പറയേണ്ടത് എന്താ? അതിവിടെ ശരിയാവില്ല എന്നാണ് അല്ലേ? ഓനോട് ക്ഷന്തവ്യമല്ല, ഭൂഷണമല്ല, അല്ലെങ്കിൽ ഈ സദസ്സിൽ ധാരാളം ആളുകളെ ക്ഷണിച്ചിരുന്നു, പക്ഷെ വന്നത് അങ്കുലി പരിമിതമാണ്. ആ ഇരിക്കുന്നൊരു ചിക്കൻ അങ്കുലി പരിമിതം എന്താ സംഭവം? വിരലിൽ എണ്ണാവുന്ന ആളുകളെ വന്നുള്ളൂ. എത്ര പറഞ്ഞാൽ പോരെ? ആൾക്കാർക്ക് തിരിഞ്ഞിരിക്കണം, ആൾക്കാർക്ക് മനസ്സിലാവണം. അത് മുല്ലാ നസ്രുദ്ദീൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ പോലെയാണ്. ഇതുപോലത്തെ ഒരു സദസ്സിൽ മുല്ലാ നസ്രുദ്ദീൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നു. മുല്ലാ നസ്രുദ്ദീൻ പറഞ്ഞു, ഞാൻ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അറിയാം. മുല്ലാ നസ്രുദ്ദീൻ പറഞ്ഞു, ഇന്നാ ഞാൻ പറയണില്ല, നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത വെള്ളിയാഴ്ച തീരുമാനിച്ചു, ഇനി ഇന്നാളത്തെ മാതിരി കുടുങ്ങാൻ നിൽക്കണ്ട, എല്ലാവരും അറിയില്ല എന്ന് പറഞ്ഞോളുകൊണ്ട് എല്ലാവരും തീരുമാനിച്ചു. പിറ്റത്തെ വെള്ളിയാഴ്ച മുല്ലാ നസ്രുദ്ദീൻ ചോദിച്ചു, ഞാൻ ഇവിടെ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, അറിയൂല. മുല്ലാ നസ്രുദ്ദീൻ പറഞ്ഞു, അറിയാത്ത നിങ്ങളോട് എന്ത് പറയാനാണ്? അങ്ങനെ പിറ്റത്തെ ആഴ്ച ഈ സംഘടന കൂടി. പ്രേക്ഷകരായ അവർ പറഞ്ഞു, പകുതി ആൾക്കാർ അറിയുന്നും പറയാം, പകുതി ആൾക്കാർ അറിയില്ല എന്നും പറയാം. മുല്ലാ നസ്രുദ്ദീൻ ചോദിച്ചു പിറ്റത്തെ വെള്ളിയാഴ്ച, ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? രണ്ട് സ്വരം. ഒരു കൂട്ടർ പറഞ്ഞു അറിയാം, ചിലർ പറഞ്ഞു അറിയൂല. മുല്ലാ നസ്രുദ്ദീൻ പറഞ്ഞു, നിങ്ങളിൽ അറിയാത്തവർക്ക് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? സദസ്സിൽ, സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആള്, അയാളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഓടണം. അതാണ് സംവരണം, അതാണ് ഈക്വാലിറ്റി, അതാണ് തുല്യനീതി. അതിൽ പിന്നോക്കങ്ങളടക്കമുള്ള, ദളിതരടക്കമുള്ള സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളൊക്കെ പെട്ടുപോകും. അവരൊക്കെ കൊണ്ടുവരണം. അതിന് നമുക്ക് പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാനൊരവസരം തന്നിരിക്കുകയാണ്. ഈ ഹുദവികളെ, ഇന്ത്യ രാജ്യത്തുള്ള നമുക്കുള്ള മതപരമായ സ്വാതന്ത്ര്യം, അറേബ്യൻ നാട്ടിലുള്ള മതപരമായ സ്വാതന്ത്ര്യം നമ്മൾ തൂക്കി നോക്കാം. ചിലർ പറയുക ഇന്ത്യയിൽ ഇങ്ങനെ അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറബ് നാട്ടിലൊരു ഖുത്ബ അവതരിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ഔഖാഫിൻ്റെ അനുമതി വാങ്ങണം അല്ലേ? എന്താണെന്ന് പറയാൻ പോകുന്നതെന്ന് ഔഖാഫിൻ്റെ അനുമതി വാങ്ങണം. നമ്മളവിടെ സ്വാതന്ത്ര്യം കൂടി, തോന്നിയത് പറയാം മെമ്പർമ കയറിയിട്ട്. സമദാനി ഗുരുവായൂരിൽ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥി PT കുഞ്ഞുമുഹമ്മദ് ആയിരുന്നു. മൂപ്പര ചിഹ്നം ചെണ്ടയായിരുന്നു, ചെണ്ട. ആ മിമ്പറിൽ അന്ന് ചെണ്ടയുടെ മദ്ഹാണ് ആ ഉസ്താദ് മുഴുവൻ പറഞ്ഞത്. ആ പള്ളിക്ക് പിന്നെ പേര് വീണ് ചെണ്ടപ്പള്ളി. അപ്പോൾ ഓരോരുത്തർക്കും തോന്നിയത് പറയാം. ഇവിടെ ഞാൻ പറയുന്നു, ഈ സ്വാതന്ത്ര്യം ഹൈറായ മാർഗത്തിൽ ഉപയോഗിക്കുക. അതാണ് ഹുദവികളെ നമ്മൾ ചെയ്യേണ്ടത്. ഹൈറായ മാർഗത്തിൽ ഉപയോഗിക്കുക. മോഡിയുടെയും ഭരണകൂടത്തിൻ്റെയും നോട്ടപ്പുള്ളി ആകാതെ ശ്രദ്ധിച്ചോളുണ്ട്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാ. നിങ്ങളെ ഫേസ്ബുക്കിൽ ഇന്നെങ്ങാ ഒരു വരി വെച്ചാൽ നാളെ നിങ്ങൾ ചെയ്യില്ല. പണ്ട് പറയും ആയതനി അല്ലെങ്കിൽ മറ്റുള്ള വലിയ പ്രഗത്ഭരൊന്നും ആവണ്ടപ്പം.
ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ട കുട്ടികളൊക്കെ ജയിലിലാണ്. അപ്പം ലിസാനിൻ്റെ അനുയായികളായ എൻ്റെ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളി, മക്കളെ സൂക്ഷിച്ചോളി. എഴുതുന്നതും പറയുന്നതും അളന്ന് മുറിച്ച് ആലോചിച്ചേ പറയാവൂ. ചിലർ ചിലതാണ് പറയും, ചിലർ അളന്ന് മുറിച്ച് പറയും, പക്ഷെ ചിലപ്പോൾ ഒരു കണ്ട വലിപ്പം കൂടും. അങ്ങനെയാണ്. വായന എന്താ വീണതിൻ്റെ ശേഷം എന്നെ എടുക്കാൻ പറ്റൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസാനി ഇൻ അർസൽതഹു അകലനി, നമ്മളെ തന്നെ സ്വീപ്പാക്കും. മഅദനിയുടെ പ്രസംഗം വഴിമാറി എന്നുള്ളതാണ് അദ്ദേഹത്തെ കൂട്ടിലടച്ചത്. സാക്കിർ നായിക്കിനെ എന്ന് ചോദ്യം ചെയ്യുന്നത് അങ്ങനെയാണ്. അതുപോലെ ഓരോരുത്തരെയും വാച്ച് ചെയ്യാണ്. ഞാൻ പറയുന്ന ഉദവികളെ സ്വകാര്യ കേട്ടോ, ഇത് ഓൺലൈനാണ്, എന്നാലും സ്വകാര്യ. ഉദവികൾ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യ അടക്കമുള്ള മേഖലകളിൽ ബഹുഭാഷ വിജ്ഞാനം ഉപയോഗിച്ച് ദഅവത്ത് നടത്തുന്നവരാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഗൾഫിൽ വിസിറ്റിന് പോയാൽ എയർപോർട്ടും ചോദിക്കും എന്തിനു വന്നു, ആരെ പരിപാടി, എന്താ സബ്ജക്റ്റ്, നോട്ടീസ് ഉണ്ടോ. വളരെ സൂക്ഷിക്കും. അറബികൾ ഇവിടെ മദ്രസ ഉദ്ഘാടനത്തിന് വന്നാൽ കോഴിക്കോട് എയർപോർട്ടിൽ എവിടെ പരിപാടി, ഏത് മദ്രസ്, ആരാ ഫണ്ട്, എന്തിനു വന്നു, എല്ലാം ശ്രദ്ധിക്കുന്നു, സൂക്ഷിക്കുന്നു. അപ്പോൾ വളരെ കരുതലോടുകൂടി നീങ്ങിയാൽ അൽഹംദുലില്ലാഹ് അത്ഭുതം വിളയിക്കാൻ ഇന്ത്യ രാജ്യത്ത് കഴിയും. ആ സംഘടിത സ്വഭാവത്തിൻ്റെ കീഴിലാണ് നമ്മളൊക്കെ കഴിയുന്നത്. മതസംഘടനയായും രാഷ്ട്രീയ സംഘടനയായും ഇനി കായികമാണെങ്കിൽ അതും ക്ലബ്ബായും ഒന്നിച്ച് നമ്മൾ നീങ്ങുമ്പോൾ അതിന് ഒരു ഹലാവത്ത്, സ്വീറ്റ്നെസ്, ഒരു മാധുര്യമുണ്ട്. അത് കാത്തു സൂക്ഷിക്കണം. അങ്ങനെ സംഘടിത സ്വരൂപങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഒറ്റപ്പെട്ടു പോകരുത്. അവിടെ ഉള്ളൊരു ഷർത്ത് അമീറിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അമീറിനൊരു ഷർത്തുണ്ട്, അനുയായിയെ മാനിക്കുക എന്ന്. കാരക്ക പോലെ ചുക്കിച്ചുളിഞ്ഞവനാണെങ്കിലും അമീറിനെ മാനിക്കണം. അനുയായി എണീറ്റ് നിന്നൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിൻ്റെ കുപ്പായം നീളം കൂടിയതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇജാര എന്നെ പഠിപ്പിക്കാൻ നല്ല നേതൃനിരയിൽ ഇരിക്കുന്നവർ അത് ഉൾക്കൊള്ളുക വേണ്ടത്. ഉൾക്കൊള്ളുന്നതിനൊരു മധുരമുണ്ട്. എന്താ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടുന്ന ഒരു ഡ്യൂട്ടിയാണ് ഞാൻ ഏറ്റെടുത്തിക്കണ്. അങ്ങനെ മരിക്കണതിൻ്റെ മുമ്പ് എന്നെ തിരുത്താൻ ഇവിടെ എനിക്കൊരു അനുയായിയെ കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾക്കെതിരെ ആരെങ്കിലും പോസ്റ്റർ ഒട്ടിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും തിരുത്തുന്നതും ഒക്കെ എന്തിനാണെന്നറിയാം? നമ്മളെ നേർവഴിക്ക് നയിക്കാനാണ്. ശത്രു വേണം, ശത്രുയില്ലാത്ത പോക്കില്ല. ശത്രു വേണം. ശത്രു ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നേർവഴിക്ക് പോവുക. നാളെ ഈ ലിസാൻ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഒരുത്തൻ പറയാം അത് ശരിയല്ലല്ലോ, നമ്മൾ ഐസ്ക്രീം വാങ്ങിയത് അത്ര റുപ്യക്കല്ലല്ലോ എന്ന് ചോദിക്കാൻ ഒരു ചങ്ങാതി കൂടുതലുണ്ട് എന്നുള്ള ഓർമ്മയിൽ കണക്ക് മര്യാദക്ക് എഴുതും. അതാണ് ശത്രു നമ്മെ നേർവഴിക്ക് നയിക്കുമെന്ന് പറഞ്ഞത്. ചോദ്യം ചെയ്യാൻ ആൾ വേണം, അതാണ് രസം. പിന്നെ സംഘടനയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് തന്നെയാണ് ആത്യന്തികമായി നമ്മൾ കാക്ഷിക്കേണ്ടത്. വേറൊന്നും നോക്കരുത്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. സംഘടനക്കുള്ള ഒരു അന്തസ്സ് അതാണ്. ഏൽപ്പിച്ചെന്നത് ഏറ്റെടുക്കുക എന്നല്ലാതെ സ്ഥാനമാനം തേടിപ്പോകരുത്. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദൻ. അങ്ങനെ ആലോചിക്കും ആയത്ത് ഇങ്ങനെ പറയുമ്പോൾ. അള്ളാഹു ശാശ്വതമായ ആ വീട്, സ്വർഗം നമുക്ക് ഒരു കൂട്ടർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർള്, ഭൂമിയിൽ സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കാത്തവർ. അതിനൊരു മെച്ചമുണ്ട്. ഇപ്പം ഞാൻ മുസ്ലിം ലീഗിന് വേണ്ടി ഞാൻ ഈ പ്രസംഗ തൊഴിലാളിയിലെ ഒരംഗമാണ്. അങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ മെമ്പർഷിപ്പേ ഉള്ളൂ. ഞാൻ എൻ്റെ വാർഡ് ലീഗ് പ്രസിഡൻറ്റ് പോലെയല്ല. ജില്ലാ കമ്മിറ്റി ഇല്ല, മണ്ഡലമില്ല, അതിനൊരു സുഖം വേറാണ്. അള്ളാഹിനോട് സമാധാനം പറയണ്ട. സ്ഥാനം വഹിക്കാതെ പോകലൊരു രസമാണ്. സ്ഥാനം ഏറ്റെടുക്കാൻ സമൂഹം നിർബന്ധിച്ചാൽ
ഖൈറാണെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഖാറത്തൊക്കെ അങ്ങനെയാണ്. ഖായിദമില്ലത്ത് മഞ്ചേരിയിൽ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞ് നിൽക്കണം, നിങ്ങൾ നിൽക്കൂലാർ. എന്താ നിൽക്കാത്തത്? ഞാനത് ഉണ്ടാക്കിയത്, ഞാൻ നിന്നാൽ അള്ളാഹ്ക്ക് തോന്നൂലേ ഞാൻ അത് ഉണ്ടാക്കിയത് എനിക്ക് നിൽക്കാനാണ്. അപ്പം എന്ത് വേണം? നിൽക്കൂല എന്ന് പറഞ്ഞാൽ നിൽക്കൂല. ബാഫക്കി തങ്ങളടക്കമുള്ളവർ പറഞ്ഞു, നിന്നില്ലെങ്കിലേ മഞ്ചേരി നമ്മളെ സീറ്റാണ്ട് തോൽക്കും, അള്ളാഹിനോട് നിങ്ങൾ സമാധാനം പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ആ ഖായിദമില്ലത്ത് പറഞ്ഞത്, ഇന്ന ഒരു ഷർത്തുണ്ട്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഇസ്തിഖാറത്തിൻ്റെ സുന്നത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കാരം കഴിഞ്ഞ് ഇപ്പം എന്താ തോന്നണു ചോദിച്ചു. നിൽക്കണ്ടെന്നാണ്. നിസ്കരിപ്പിച്ച് തോന്നിപ്പിച്ചു. എന്നാ ഞാൻ നിന്നോളാം, ഒറ്റ കുട്ടിനോട് ഞാൻ വോട്ട് ചോദിക്കൂല, എനിക്ക് കോണിക്ക് നന്ന് ചോദിക്കൂല. അത് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഏത് കാലത്തായി പറയണ അറിയാം? ടി വി ഇല്ലാത്ത കാലത്ത്. ടി വി ഉള്ള കാലമാണെങ്കിൽ മദുരാശിയിൽ ഇരുന്നിട്ട്, ഇന്നത്തെ ചെന്നൈ, ടി വിയിൽ ഞാനാണ് ഖായിദമില്ലത്ത്, ഞാൻ മഞ്ചേരിയിലെ കാൻഡിഡേറ്റ്, എൻ്റെ ചിഹ്നം എന്നത്, നിങ്ങളെല്ലാവരും സഹായിക്കണം, അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് ടി വി ഇല്ല, അന്ന് വാട്സപ്പും ഇല്ല. വാട്സപ്പിലൊരു സുഖമുണ്ട്, എന്താ? വിരലമർത്തുക, അസ്സലാമു അലൈക്കും, ഞാൻ ഖായിദമില്ലത്ത്, എൻ്റെ ചിഹ്നം എന്നത്, മഞ്ചേരിയിലാണ്, എന്നെ മറക്കരുത്, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, വിരലുണ്ട് എടുത്താൽ പോയാണ്ട് സാധനം. ഇതിൻ്റെ പേരാ വാട്സപ്പ്. അന്ന് മൊബൈലും ഇല്ല. മണ്ഡലത്തിലേക്ക് വരാതെ ജയിച്ചു പോയ മഹാൻ. ലാ യുരീദുന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വലാ ഫസാദൻ എന്നുണ്ടോ? അതെൻ്റെ വിഷയം. കുഴപ്പമുണ്ടാക്കാതെ. അങ്ങനെ ഉണ്ടല്ലോ, തീങ്കാനെ കയറിയാലും ദാറുലുദയെ കയറിയാലും എന്തിനു കയറിയാലും ഒരു ഹിഡൻ അജണ്ടയുമായി പ്രവർത്തിച്ച് എങ്ങനെങ്കിലും അത് കൊളാക്കാൻ നോക്കലല്ല. കുഴപ്പമുണ്ടാക്കരുത്. ജയം ഇതൊന്നുമല്ല. ഞാൻ പഞ്ചായത്തേക്ക് നിന്നിട്ടുണ്ട്, വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിലേക്ക് എൻ്റെ പേര് വന്നതാണ്. ഞാൻ എൻ്റെ തങ്ങളോട് പറഞ്ഞു, ആരെങ്കിലുമൊക്കെ പൂതി വെച്ച് കിടക്കണം, കണ്ടു കൊടുത്താളി, നാളെ അള്ളാൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ജയ ഏതാ? പഞ്ചായത്തേക്കുള്ള ജയമാണോ ജയം? അല്ലല്ലല്ല. എന്നാൽ നാളെ റിസൾട്ട് തരുന്നുണ്ട്. എവിടുക്കാ? നിങ്ങൾ എൻ്റെ കൂടല്ലേ? നാളെ ഒരു റിസൾട്ട് വരാണ്ട്. എവിടുക്കാ? നിയമസഭ. അതാണോ ജയം? അല്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം സൂക്ഷ്മാലുക്കൾക്കാണ്. അതാണ് റിസൾട്ട്. അവിടേക്ക് ഉണ്ടാക്കി തീർക്കുക. അതിന് സ്ഥാനമാനങ്ങളെയും സംഘടനയും സംഘാടനവും സംഘാടകനൊക്കെ ആയി മാറണം, അല്ലാതാവരുത്. അപ്പോൾ ഞാൻ ലീഡറുടെ ക്വാളിറ്റി പറഞ്ഞു, അനുയായിയുടെ ക്വാളിറ്റി പറഞ്ഞു, കൂടിയാലോചന പറഞ്ഞു, സ്ഥാനമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം കൂടി പറയുന്നു, പ്രവർത്തനത്തിൽ ഇഖ്ലാസ്. അതന്നെയാണ് സംഘടനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പ്രവർത്തനത്തിലെ ഇഖ്ലാസ്. ഇഖ്ലാസ് ചെക്ക് ചെയ്യാൻ ഒരു മീറ്റർ ഇറങ്ങിയിട്ടുണ്ട്, അറിയോ? ഇഖ്ലാസ് ചെക്ക് ചെയ്യാനുള്ളൊരു മീറ്റർ. തെർമോമീറ്ററാണോ? അല്ല, പിന്നെന്താ? ലക്ഷണം. ഒരു സാമ്പിൾ പറയാവോ? ഞാൻ പറയട്ടെ. അയാൾ, മോനെ ശ്രദ്ധിക്കൂ, അയാൾ പ്രവർത്തനം കൂട്ടും. ഇതാ ഉസ്നിയ, പുകഴ്ത്തിയാൽ ഈ തരക്കടില്ലല്ലോ, ഈ സൂപ്പറാട്ടാന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ആക്റ്റീവാകും. എന്നാലോ അയാൾ പ്രവർത്തനം ചുരുക്കും. ഇതാ ദുമ്മ, അയാൾ ഇകഴ്ത്തിയാൽ ആൾ ശരിയല്ല, ആളെ പോക്ക. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇട്ടെറിഞ്ഞ് പോകരുത്. അതാണ് ഒരു സംഘാടകൻ്റെ മികവ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വജഹിലാണോ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ, റബ്ബിൻ്റെ അടുത്തുനിന്നുള്ള കൂലിയാണോ എങ്കിൽ സംഘടന പ്രവർത്തനം, ഖിദ്മത്ത് ഒരു വല്ലാത്ത ഹലാവത്തുള്ള സംഭവമാണ്. വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആവണം. ദാറുൽ ഹുദയിലെ ഈ സെൻറ്ററിലെ പൊന്നുമക്കൾ ആ രംഗത്ത് ശോഭിക്കണം. നിങ്ങൾക്കതിന് കഴിയും. എവിടെയൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞോ അവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് കഴിയും. ഞാൻ വീണ്ടും മറക്കാതിരിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ ബൗണ്ടറിക്കകത്ത് മാത്രം ഖിദ്മത്ത് ചെയ്യേണ്ടവരല്ല. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സമൂഹം. എൻ്റെ മൂത്ത മകള്
സിവിൽ സർവീസ് കോച്ചിങ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ക്ലാസ്സിന് ചെന്നപ്പോൾ ഹുദവികളാണ് അവിടെ തിളങ്ങിയത്. തൃശ്ശൂർക്കാരനായ ക്ലാസ് എടുക്കുന്ന ആൾ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിൻ്റെ കളിമുറ്റം എൻ്റെ തൃശ്ശൂരാന്ന് ഞാൻ കേട്ടിരുന്നു, ഞാൻ ഇന്ന് മുതൽ തിരുത്തുകയാണ്. ഈ ഹുദവികളും വാഫികളും അതുപോലെയുള്ള ആളുകളെല്ലാം കൊണ്ട് കൂട്ടായി വന്നതിന് ശേഷം, അവരുടെ ഒരു ആഗമനത്തിന് ശേഷം ഞാൻ ഈ പല കോളേജ് ക്യാമ്പസുകളിലും മാർക്കിടാനും അതിനൊക്കെ പോയപ്പോൾ എനിക്ക് ജഡ്ജ്മെൻറ്റിലും അതിലിതൊക്കെ മനസ്സിലായ സംഭവം ഒരു മഹാ അത്ഭുതമാണ്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഇനി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, ഇവിടുത്തെ കുറച്ച് പേര് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊരു മത്സരത്തിന് വന്നിരുന്നു. തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ സീതി സാഹിബിനെ കുറിച്ചുള്ള പ്രഭാഷണമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തുഞ്ചത്താചാര്യൻ്റെ പേരിലുള്ള കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധമായ ഭൗതിക കലാലയങ്ങളിൽ നിന്ന് വന്ന നല്ല ബ്രില്യൻ്റ് ആണെന്ന് സ്വയം അവകാശപ്പെടുന്നവരും മറ്റുള്ളവർ പറയുന്നവരുമായവരെ എല്ലാം പിറകിലാക്കിക്കൊണ്ട് ഞങ്ങൾ അന്ന് നടത്തിയ ആ മത്സരത്തിൽ വിജയശ്രീലാളിതരായി ഏറ്റവും ടോപ്പ് സ്കോറർമാരായതും മുഴുവനും നമ്മുടെ കുട്ടികളാണ്. അത് ഹുദവികളാണ്. മാത്രല്ല, ആ ഹുദവികൾ ഈ സ്ഥാപനത്തിലുമാണ്. അതാ സന്തോഷം. ഈ സ്ഥാപനത്തിലും ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അവരിവിടെ കണ്ടോ? ഒന്ന് എണീറ്റുക്കും. പേര് മറന്നുപോയി. എണീറ്റെന്നുള്ളൂ. അതെ പറയൂ. നബ്ഹാൻ, ഷാഹിൻ ഹുദവിയും നബ്ഹാൻ ഹുദവിയും. അന്ന് ഫസ്റ്റും, ഒരാൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ്, ഒരാൾ മലയാളത്തിൽ ഫസ്റ്റ്. ഞാൻ ആ ജഡ്ജ്മെൻറ്റിൽ അവിടെ ഇരുന്ന ആളാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ അവരെന്നെ അങ്ങോട്ട് പരിചയപ്പെട്ടതാണ്. ഞാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഈ സ്ഥാപനം ചെറിയ സ്ഥാപനമൊന്നുമല്ല. കഴിവുറ്റ ഒരുപാട് മുത്തും പവിഴവും ഇതിനകത്തുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിയും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഇനി ഉള്ള ശ്രമം നടത്തണം. അന്ന് എത്രാം തീയതിയാണ്? 3-ാം തീയതി. ഇതൊരു അടയാളമായിട്ട് വെക്കുക. ഇന്നത്തെ ലിസാൻ്റെ 10ാം വാർഷികത്തോടു കൂടി നല്ല പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഈ ചടങ്ങിന് കഴിയണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് അത് വിട്ടാളി. ഫാസ്റ്റ് ഈസ് ദ വേസ്റ്റ് പേപ്പർ. കഴിഞ്ഞത് കഴിഞ്ഞ്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വാക്കാണ്. ഫാസ്റ്റ് ഈസ് ദ വേസ്റ്റ് പേപ്പർ. പ്രസന്റ് ഈസ് എ ന്യൂസ് പേപ്പർ. ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. സോ റീഡ് ആൻഡ് റൈറ്റ്. ഒന്നുകൂടി പറയട്ടെ. ഫാസ്റ്റ് ഈസ് ദ വേസ്റ്റ് പേപ്പർ. കഴിഞ്ഞത് കഴിഞ്ഞ്. അത് വേസ്റ്റ് പേപ്പർ ആരെങ്കിലും ഉണ്ടോ തിരഞ്ഞെടുക്കണ? എന്താ തിരയണ്? ഞാൻ ഇട്ട വേസ്റ്റ് തിരയാണ്. അതെങ്ങനെ ഒരു തിരച്ചിലില്ല. അത് കഴിഞ്ഞു. പ്രസന്റ് ഈസ് എ ന്യൂസ് പേപ്പർ. ഇന്നത്തെ പേപ്പർ പോലെയാണ്. ഇന്നത്തെ വായിച്ച് മനസ്സിലാക്കുക. ഇന്നലെകൾ ഒരുപാടുണ്ടായിരുന്നു. നാളെകൾ എത്രണ്ണ കിട്ടുകയെന്നൊരു വൃത്തമില്ല. ഇന്ന് ഒന്നേ ഉള്ളൂ. ഇന്ന് അധ്വാനിക്കുക. പ്രസന്റ് ഈസ് എ ന്യൂസ് പേപ്പർ. ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ. നാളെ എന്താവണം, ആരാവണം, എങ്ങനെ ആവണം ആലോചിച്ചോളി. സോ റീഡ് ആൻഡ് റൈറ്റ്. അതുകൊണ്ട് വായിച്ചോളി, എഴുതിക്കോളി, മനസ്സിലാക്കിക്കോളി, ചിന്തിച്ചോളി, കാൽ വെച്ചോളി. അതർവൈസ് ലൈഫ് വിൽ ബി എ ടിഷ്യൂ പേപ്പർ. ഇല്ലെങ്കിൽ ജീവിതം ഒരു ടിഷ്യൂ പേപ്പറായി മാറും. എന്താ ടിഷ്യൂ പേപ്പറിൻ്റെ പ്രത്യേകത? ആക്രിക്കടക്കാരന് പോലും വേണ്ട. ആക്രിക്കടക്കാരൻ പഴയ സാധനങ്ങളൊക്കെ എടുക്കും നമ്മൾ വീട്ടിൽ വന്നിട്ട്. പക്ഷേ സ്വന്തം വീട്ടിൽ വന്നിട്ട് മക്കളെ ടിഷ്യൂ പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമോ? ഇല്ല. അതത്ര തൊടാൻ പറ്റാത്ത സാധനമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഹുദവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, കഴിയുന്നുണ്ട്, കഴിയണം, കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അരമണിക്ക് 1 മണി, ഞാൻ 1:30. വളരെ സ്വാദിഷ്ടമായി നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇന്ന് ആസ്വദിക്കായിരുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാ കാര്യത്തിനും ഹൈറും ബറക്കത്തും കൊടുക്കട്ടെ. ആമീൻ. അല്പം ചില വാക്കുകൾ ഒരു അരമണിക്കൂർ അതിന് മാറ്റി വെച്ചു. കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലെത്തി ഇവിടെ ചെലവഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ എത്തിച്ചേർന്നതാണ്. ആ സമയം നമുക്ക് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താനാണ് വിദ്യാർത്ഥികളോട് ഉപയോഗപ്പെടുത്തുന്നത്. എന്താ എനിക്ക് മൈക്ക്, മറ്റൊരു മൈക്കല്ലേ? എനിക്ക് അല്ല, എനിക്ക് നിൽക്കല ഇഷ്ടം. നിങ്ങളെ ഞാൻ ഈ പ്രസംഗ കലകളെക്കുറിച്ചുള്ള ഒരു 3 മണിക്കൂർ ക്ലാസ് സാധാരണ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടത്താറുണ്ട്. അതിനെന്നെ വിളിക്കൊന്നും വേണ്ട, ഞാൻ ഇതുവഴി പോകുമ്പോൾ കയറി വരും. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം എൻ്റെ ഒരു ഒഴിവിൽ, ഞാൻ കോളേജിൽ നിന്ന് റിട്ടയർഡായി, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ പ്രസംഗങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള പുറത്തുള്ള യാത്ര, ഇപ്പോൾ ഗൾഫ് അന്തരീക്ഷം അനുയോജ്യമല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇപ്പോൾ 3 ദിവസം ഊട്ടിയിൽ പോകാത്തവരൊന്ന് കൈ പൊക്കോ. ഊട്ടിയിൽ പോകാത്തവർ പോകണം, ഇപ്പോൾ പോകണം. കൈ വെക്കൂ, വിരലല്ല, കൈതാത്തു. ഊട്ടി എളുപ്പമാണ്, KSRTCക്ക് പോയാൽ മതി. ഞാൻ KSRTCക്കിലാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് ലക്ഷദ്വീപ് പോകണം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. ഇൻഷാ അല്ലാഹ് പ്രസംഗകലയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് 3 മണിക്കൂർ, ഉപമയും ഫലിതങ്ങളും എങ്ങനെ പ്രേക്ഷകരെ നമ്മിലേക്ക് ആവാഹിക്കാം അല്ലെങ്കിൽ ശ്രദ്ധിപ്പിക്കാം എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഒരു ദിവസം ഞാൻ ഇതുവഴി ഇവിടെ എവിടെയെങ്കിലും രാത്രി പൊതുയോഗം ഉണ്ടാകുമ്പോൾ എൻ്റെ ടൈം 10 to 1 10 മണി തൊട്ട് 11, 12, 1 3 മണിക്കൂർ. അതിനിടയിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നടത്താൻ ഞാനിവിടെ വരാൻ ആഗ്രഹിക്കുന്നു. അത് പിന്നെ നിങ്ങളുമായുള്ള ഹൃദയബന്ധം, ഞാൻ പറഞ്ഞല്ലോ, ദാറുൽ ഹുദ സെൻ്ററുകൾ എൻ്റെ ജീവിതത്തിലെ ഒരു കൽബിയായ കുളിരാണ്. ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന് മനസ്സാനന്ദം കൊള്ളുന്നത് നിങ്ങളുമായുള്ള ഈ അഭിമുഖത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉപകാരപ്പെടും. അങ്ങനെയാണ് കൂട്ടത്തിൽ ചേരുമ്പോൾ. ട്രെയിൻ യാത്രയിൽ റിസർവേഷൻ AC-യിലാണെങ്കിലും അവിടെ കൺഫേം ആക്കിയിട്ട് ഞാൻ നേരെ വന്നിരിക്കുക ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിലാണ്. കാരണം റിസർവേഷനിൽ ഇരിക്കണവരൊക്കെ ഒരു ബലം കൂടിയാണ്, ഇരുമ്പലൊക്കെ വിണിങ്ങുമായിരിക്കും. ആ ഇരുത്താണ്, ഒന്നും പറയില്ല, ചോദിക്കില്ല, മുണ്ടുമില്ല. ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിൽ വന്നാൽ ഒരുപാട് കിട്ടും, ഒരുപാട് കൊടുക്കാം, ഒരുപാട് തരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ചടങ്ങ് നമുക്ക് ഇൻഷാ അല്ലാഹ് ആവാം. അതിൻ്റെ ഒരു ബന്ധം സ്ഥാപിക്കാനാവട്ടെ ഈ ചർച്ച. അപ്പോൾ പ്രസംഗ കലയും അതുപോലെ സംഘാടനം, ഇപ്പോൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ 1:30 മണി വരെ ആണ് ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതെന്ന് സംഘാടകരെ അറിയിച്ചു. ഇനി അരമണിക്കൂറുണ്ട്. അത് നമുക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല. ഇപ്പോൾ ചായ ഇട്ട് കുടിച്ചല്ലോ അല്ലേ? അതെ, ഓക്കെ. റഹ്മത്തുള്ളാഹ്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇപ്പോൾ സോപാന സംഗീതത്തിൻ്റെയൊക്കെ നേതാക്കളായ കേരളത്തിൽ ഹരിഗോവിന്ദനൊക്കെ വന്ന അങ്ങനത്തെ സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അതോ ഈ ഒരു സാഹചര്യത്തിൽ തുടങ്ങിയതാണോ? യെസ്, വേഗം സംസാരിക്കാം. ഞരളത്ത് ഹരിഗോവിന്ദൻ എന്ന സോപാന സംഗീതത്തിൻ്റെ ആൾ അടുത്ത പാർട്ടിയിൽ വന്നു. ഇതൊരു പുതിയ സ്വഭാവമാണോ, മുമ്പുണ്ടായിട്ടുണ്ടോ? അംബേദ്കറെ കുറിച്ച് പറഞ്ഞു ഞാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് മുസൽമാനല്ലാത്ത ഒരാളെ പറഞ്ഞയക്കുക. അതുപോലെ തന്നെ മദ്രാസ് അസംബ്ലിയിലേക്ക് ചടയനെ പറഞ്ഞയക്കുക. അതുപോലെ
നിരവധി ആളുകളുണ്ട്. നിരവധി ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരൂരങ്ങാടി യതീംഖാനയിലാണ് KP രാമൻ വളരുന്നത്. ഇന്ന് കൊറോണ ഉണ്ടായല്ലോ, കൊറോണ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇപ്പം അടുത്ത കാലത്താണ് കൊറോണയിൽ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ മടിച്ച് PP കിറ്റൊക്കെ ധരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ അടുത്തേക്ക് പോകാൻ പറ്റാത്തത്. ഇങ്ങനെ മയ്യത്ത് കണ്ടോ മരിക്കുന്നു, കുളിപ്പിച്ചോ മരിക്കുന്നു എന്നുള്ള ഇതുപോലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ്. കോളറ കാലം. കോളറ, തലമ്മത്തട്ടി എന്ന് നാടൻ ഭാഷയിൽ പറയും. അന്ന് കുറേ മക്കളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയിരുന്നു. തലശ്ശേരി ഭാഗത്ത് മഹാനായ ബാഫഖി തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച, ഉമ്മ മരിച്ചതറിയാതെ ഉമ്മാൻ്റെ മുലപ്പാൽ ചുരത്തുന്ന മക്കൾ, അഥവാ റൂഹ് പിരിഞ്ഞതറിയാതെ മുല കുടിക്കുക. മുലപ്പാൽ കുടിക്കുകയാണ്, പക്ഷെ ഉമ്മ മരിച്ചതറിയില്ല, അമ്മ മരിച്ചതറിയില്ല. അങ്ങനെയുള്ള ആളുകളെ ചേർത്തി പിടിച്ചു കൊണ്ടുവരിക ബാഫഖി തങ്ങൾ, KE സാഹിബ്, MK ഹജ്. തിരൂരങ്ങാടി യതീംഖാനയിൽ പോയി നോക്കിയപ്പോൾ ഒരു ശിലാഫലകം കാണാം. ഫൗണ്ടഡ് ബൈ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. എൻ്റെ പൊന്നു ബാഫഖി തങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ കുത്തുബും വലിയുമായി ജീവിച്ച് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മഹല്ലയിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ബാഫഖി തങ്ങൾ. അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാണ ആ രാജപ്രതാപി മഹാനായ ബാഫഖി തങ്ങൾ തറയിട്ട പള്ളി കാണാം തിരൂരങ്ങാടി. ആ തിരൂരങ്ങാടി യതീംഖാനയിലാണ് ഈ മക്കളെയൊക്കെ വളർത്തിയിരുന്നത്. ആ കൂട്ടത്തിലൊരു രാമൻകുട്ടി. ആ രാമൻകുട്ടിനെ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. പൂക്കോയ തങ്ങൾ എടുത്തു കൊടുന്നു. MK ഹജി പറഞ്ഞു, ഇത് നമ്മളെ യതീംഖാനത്തെ കുട്ടിയാണ്, നല്ലോനാകും വലിയോനാവും. തങ്ങൾ തടവി. നല്ലോനായി വലിയോനായി. 10ാം ക്ലാസ് പാസ്സായി. ഓറിയൻ്റൽ ഹൈസ്കൂളിൽ നിന്ന് പൂക്കോയ തങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു, 10 ജയിച്ച് തങ്ങൾ പാപ്പാണ്, എന്നാൽ അവിടെ തന്നെ ആയിക്കോട്ടെ ജീവിതം. അവിടെ തന്നെ നിർത്തി. ആ കുട്ടിയുടെ പേര് മാറി, KP രാമൻ എന്ന പേര് മാറി KP രാമൻ മാസ്റ്റർ. സന്തോഷം. തങ്ങൾ പറഞ്ഞു, നീ ആരാൻ്റെ വാതിൽ മുട്ടേണ്ടവനല്ല, നിൻ്റെ വാതിൽ വന്ന് മറ്റുള്ളവർ മുട്ടണം. മുട്ടി PSC മെമ്പറാക്കി. ആർക്ക് ആദ്യം ജോലി കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള മഷി നിറച്ച പേന PSCയുടെ മെമ്പറാക്കി. നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടവനല്ല, മറ്റുള്ളവർ നിനക്ക് സല്യൂട്ട് ചെയ്യണം. ആര്? പൂക്കോയ തങ്ങൾ. സല്യൂട്ട് ചെയ്തു. KP രാമൻ മാസ്റ്റർ MLA. ദളിതനെ ഉയർത്തുന്നത് പുതിയതല്ല, ഞരളത്ത് പുതിയതാണ്. അതിന് മുമ്പ് ധാരാളം ആളുകൾ, അതിൽ അംബേദ്കർ ഉണ്ട്, M ചടയനുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, MLA മാരായി മറ്റൊക്കെ. എത്രത്തോളം രസം എന്നറിയാം. മോൻ ചോദിച്ചു, നല്ല ക്വസ്റ്റ്യനാണ്, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. തിരൂരങ്ങാടി യതീംഖാനയിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം കൊടുക്കുന്നൊരു ചടങ്ങ്. മുഖ്യമന്ത്രി ആരാന്നറിയാം? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് EMS, ആദ്യത്തെ മുഖ്യമന്ത്രി. മൂപ്പര് വരുന്ന ചടങ്ങിൽ എല്ലാ യത്തീം കുട്ടികളോടും നേതാക്കന്മാർ പറഞ്ഞു, ഓരോ പൂക്കൾ കൊണ്ടു കൊടുക്കണോ. ചിലർ വാടാമലർ, ചിലർ ചെണ്ടുമല്ലി, അതുപോലെ മുല്ലപ്പൂവ്, ഇതെല്ലാം കൊണ്ടു കൊടുത്തു. പക്ഷെ ഒരു വലിയ ഹാരം ഉണ്ടാക്കി. എന്നിട്ട് പറയും, ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളിടണം. നോക്കണം, ലോഹർ നിസ്കരിക്കാൻ എല്ലാവരും പോകുമ്പോൾ രാമൻകുട്ടി ഫുട്ബോൾ കളിക്കുകയാണ്. എല്ലാവരും തല മൊട്ടടിച്ച കുട്ടികളാണ്, മുസ്ലിം കുട്ടികൾ. തല മൊട്ടടിക്കാത്ത ഒരേ ഒരു കുട്ടി. ലാ ഇക്റാഹ ഫിദ്ദീൻ. നമ്മൾ എത്ര കീപ്പ് ചെയ്തു പറയും. നിർബന്ധിച്ച് ഒരാളി മതത്തിലേക്കും പരിവർത്തനം നടത്താനും കൊണ്ടുവരാതെ ആ രാമൻകുട്ടി രാമനായിക്കൊണ്ട് തന്നെ വളർന്നു. അവിടെ മുഖ്യമന്ത്രി വരുമ്പോൾ മാല വലുത് ആരിടണം? കുട്ടികൾ പറഞ്ഞു, ഞാൻ. നമ്മുടെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങളൊരാളെ തീരുമാനിക്കും ആ കുട്ടിയിടുക. ഉയർത്തിക്കൊണ്ടുവരാൻ ആ രാമൻ്റെ കയ്യിൽ തന്നെ എന്ത് ചെയ്തു? വലിയ മാല കൊടുത്തു. കുട്ടികൾ പറഞ്ഞു, എത്ര വെളുത്തൂരുണ്ട് ഈ കൂട്ടത്തിൽ, ഈ കറുത്തവൻ്റെ കയ്യിലപ്പോൾ ഇത് കൊടുത്തത്. തിരിച്ച് പറഞ്ഞു കൊടുത്തു, എന്ത്? മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രവും ടീമൊക്കെ ആക്കി മാറ്റിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാ. ഇപ്പം ഈ ഇരിക്കണ കൂട്ടത്തിലെ സമീർ സൺ ഓഫ് മുഹമ്മദ്, അങ്ങനെ 10 ആളുണ്ടെങ്കിൽ ശിബായി ഏത് സമീറിനാണ് കത്ത് കൊടുക്കുക? 10 ആളെ പേരും സമീർ സൺ ഓഫ് അമീദ്.
ഒരേ പേരുണ്ടെങ്കിൽ ആളെ തിരിച്ചറിയില്ല. നിങ്ങളെ വ്യത്യസ്ത ടീമും ഗോത്രമൊക്കെ ആക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ്. പിന്നെ എന്തിലും ആരാ മെച്ചം? വെളുത്തോനാ? അല്ല. കറുത്തോനാ? അല്ല. ഇരുന്നാറ? അല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇത് ക്ലിയറാണോ? ഓനാണ് മാന്യൻ അല്ലേ? എന്നിട്ട് രാമൻകുട്ടി വന്നിട്ട് ആർക്ക് മാലട്ട് കൊടുത്തു? ആർക്ക്? EMSന്. പിറ്റേ ദിവസം പത്രങ്ങൾ അത് എഴുതി. മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ പറഞ്ഞു, കാരണം മുസ്ലിം ലീഗിൻ്റെ പോക്ക് അങ്ങനെയാണ്, കലത്തപ്പത്തിന് തീയിട്ട പോലെയാണ്, അടിയിലും മുകളിലും ചൂടാണ്. സൗഹൃദം കൂടിയാൽ അതും കേൾക്കണം, സൗഹൃദം ഇല്ലെങ്കിൽ വർഗീയതയും കേൾക്കണം. അങ്ങനെ ഈ മാലട്ടപ്പോൾ ചിലർ പറഞ്ഞു, ആ കണ്ട കുട്ടികളുടെ ഇടയിൽ എന്തിനാ രാമൻകുട്ടിനാക്കിയത്? അതിന് നമ്മളെ നേതാക്കൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒരു 1.5 മറുപടിയാണ്. എന്താ പറഞ്ഞേ അറിയോ? ഉന്നത കുലജാതനായ തിരുമേനി നമ്പൂതിരിപ്പാടിന് ഒരു അലിഖിത നിയമമുണ്ട്. താഴ്ന്ന ജാതിക്കാരൻ വന്ന് തൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കണമെന്ന്. എന്നാൽ ഈ ഹാരം അണിയിച്ചതോടുകൂടി താഴ്ന്ന ജാതിക്കാരനായ രാമൻ്റെ മുമ്പിൽ ഉന്നത കുലജാതനായ ആര്? EMS നമ്പൂതിരിപ്പാട് തലതാഴ്ത്തി നിന്ന ദിവസമായിരുന്നു. അതാണ് സമൂഹ സൃഷ്ടിക്ക് ഗുണകരം. UC രാമൻ MLA ഒരുപാട്. ഇൻഷാ അല്ലാഹ് നാളത്തെ റിസൾട്ട് അനുകൂലമായാൽ ഒരുപക്ഷെ ഒരു മിനിസ്റ്ററെയും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തങ്ങളല്ല, തങ്ങളൊപ്പം നടക്കുന്ന ആളെന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത് പുതിയതല്ല. 20 മിനിറ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യമായിരുന്നു സാഹിബിനെ ചോദിക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിം ലീഗ് നിലവിൽ വന്നിട്ട് ഏകദേശം 78 വർഷം പിന്നിട്ടു. നമ്മുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് പകരം വെക്കാനില്ലാത്ത മുന്നോട്ടുള്ള ഗമനങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും കേവലം നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും ഫലപ്രദമാണ്. പക്ഷെ ഇപ്പോൾ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാവാം ഫലപ്രദമാവാതെ പോകുന്നില്ല. ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ഡൽഹിയിൽ പുതുതായി സ്ഥാപിച്ചു. എന്നിട്ടും ഇത്രയും ഫലപ്രദമായ രീതിയിൽ പ്രാദേശികതയ്ക്ക് ഒരു പ്രസ്ഥാനം കണ്ടു. ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോകുന്നത് മുസ്ലിം ലീഗാണ് എന്നത് പോലും പറയുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടും ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിൽ ഫലപ്രദമാകാൻ സാധിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ വിത്ത് പാകിയത് ചെന്നൈയിലാണ്. മദ്രാശിയിലെ രാജാജി ഹാൾ, ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അവിടെ പോലും ഇല്ലാത്ത ഒരു സംഘടനാ സെറ്റപ്പ് കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യ പോലെ മറ്റു ഭാഗങ്ങളിലേക്ക് മുസ്ലിം ലീഗിനെ വ്യാപിപ്പിക്കാത്തത്? രണ്ടുത്തരമുണ്ട്. ഒന്ന്, അന്തരീക്ഷം സുഖകരമല്ലാത്ത മേഖലകളുണ്ട്. അതിൻ്റെ മുമ്പ് ഞാൻ പറയേണ്ട ഉത്തരം മുസ്ലിം ലീഗിൻ്റെ നെയ്യത്താണ്. മുസ്ലിം ലീഗിൻ്റെ നെയ്യത്ത് ഒരാൾക്കൂട്ടല്ല, നാടൊന്നാകെ ലീഗ് ആവലുമല്ല. മുസ്ലിം ലീഗ് പോകാത്ത 2 സ്ഥലമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ഭൂരിപക്ഷമല്ല, മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഈ കൊടിയേറ്റ് പോയില്ല. പാഫക്കിത്തങ്ങളും കായികമില്ലത്തും പൂക്കോയത്തങ്ങളും നമ്മളെ നേതാക്കന്മാർ തീരുമാനിച്ച് എന്ത് പോണ്ടാന്ന് തീരുമാനിച്ച 2 സ്ഥലമാണ്. ഒന്ന് കാശ്മീർ, ഒന്ന് ലക്ഷദ്വീപ്. എന്താ കാശ്മീരിൽ ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത അറിയോ? എന്താ അറിയോ? ഓ, ആർക്കെങ്കിലും പറയാം? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്താ ലക്ഷദ്വീപിൻ്റെ കാശ്മീരിൻ്റെ പ്രത്യേകത? ഒരാൾ എഴുന്നേറ്റെന്ന് പറയും. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ആരോ പറഞ്ഞു മുസ്ലിങ്ങൾ കൂടുതൽ. മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഷമ്മാസ്. അൽഹംദുലില്ലാ, അള്ളാഹു കൂടുതൽ ഉയരാനുള്ള അവസരങ്ങൾ നൽകട്ടെ. മുസ്ലിങ്ങൾ കൂടുതൽ എന്നല്ല, ഫുള്ള് മുസ്ലിങ്ങളാണ്. ഞാൻ ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരൊക്കെ മുസ്ലിങ്ങൾ. അവിടുത്തെ വോട്ടർ പട്ടിക ഞാൻ കണ്ടു, ഒരൊറ്റ മുസ്ലിം ഇല്ല, ഫുൾ മുസ്ലിങ്ങൾ. നിങ്ങളൊക്കെ മനസ്സ് പറയണം അവിടെ അല്ലേ ഇത് ഉണ്ടാക്കേണ്ടതെന്നല്ലേ? നമ്മൾ നേതാക്കൾ പറഞ്ഞു അവിടെ ഉണ്ടാക്കാതായപ്പോൾ ഓല് ഇങ്ങോട്ട് തിരഞ്ഞു തന്ന് എന്താ അങ്ങോട്ട് വരാത്തതെന്ന്. രസം കേൾക്കണം. അപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങളാണ്ട് വരൂലാന്ന്. എന്താ വരാത്തതെന്ന്.
അവിടെ എങ്ങാനും ഈ കൊടി കുത്തിയാൽ ഒറ്റയടിക്കത് എല്ലാവരും ഏറ്റെടുക്കും. ആ നാട് ഫുള്ളാരാവും. പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങൾ ആ കൊടിയും കൂടി പിടിച്ചാൽ ഫുള്ള് മുസ്ലിം ലീഗുകാർ, രാഷ്ട്രീയ പാർട്ടി. അങ്ങനെയുള്ള നാടിനെ പിന്നെ മറ്റുള്ളവർ വേറെ കണ്ണുകൊണ്ട് കാണും. അപ്പോൾ അവിടേക്ക് കുഴൽക്കിണർ വരില്ല, റോഡ് വരില്ല, ആനുകൂല്യം തരൂല, ഒന്നും തരൂല. അതുകൊണ്ട് അവിടെ നശിപ്പിക്കണ്ട, നിങ്ങൾ അവിടുത്തെ ഇതിനനുസരിച്ച് പോയിക്കോളീൻ. രസം കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ അബ്ദുറഹ്മാനാജി BJP പ്രസിഡന്റ്, പോക്കരാജി BJP ഖജാൻജി, മൊയ്തീനാജി BJP സെക്രട്ടറി, ആജ്യമാർ BJPക്കുള്ള സ്ഥലമാണ് ഏത്? ലക്ഷദ്വീപ്. അവിടെ മുസ്ലിം ലീഗ് ഇല്ല. എന്താ കാരണം? മുസ്ലിം എന്ന പേരിനോട് അലർജി ഉള്ളവർ നശിപ്പിക്കാൻ സ്പീഡിൽ വരും. അതാണ് അതിൻ്റെ മലയാളം. ഇപ്പം മലപ്പുറത്തിന് ഏത് കണ്ടുകൊണ്ടാണ് കാണുന്നത്? പാകിസ്ഥാൻ അല്ലേ? മലപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളൊന്ന് കൂടിയിരിക്കുമ്പോൾ അവിടെ റോട്ടിൽ വീണ ഫ്രൂട്ടിയുടെ പാക്കറ്റിൻ്റെ മുകളിൽ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഠേ എന്ന് ഒച്ചപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ ഒച്ചയാണ്. ഏതെങ്കിലും മുസൽമാൻ്റെ അടുക്കളയിലെ അടുപ്പിൽ വീണ കടുക് മണികൾ കിടുകിടാ പൊട്ടിത്തെറിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പീരങ്കിപ്പട അടുക്കളയിൽ വന്നു എന്നും അട്ടത്ത് നിന്നെങ്ങാനും ഒരു എട്ടുകാലി ഇറങ്ങിയാൽ ആയുധം നിറച്ച പാകിസ്ഥാൻ്റെ ഹെലികോപ്റ്ററാണെന്നും പറയുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാവുന്നു, മലപ്പുറത്തെ കുട്ടികൾ സ്വർണ്ണക്കടത്ത്, മലപ്പുറത്താണ് കൂടുതൽ പ്രശ്നം, മലപ്പുറത്തേര് തട്ടം മാറ്റാൻ കഴിഞ്ഞു, എന്തെല്ലാം പറഞ്ഞു മലപ്പുറം. ഇതുപോലെ വേറൊരു കണ്ണുകൊണ്ട് ആ പ്രദേശങ്ങളെ കാണാതിരിക്കാൻ നമ്മുടെ നല്ല നീയത്തുള്ള നേതാക്കന്മാർ, ആൾക്കൂട്ടല്ല പ്രധാനം, ഉള്ളത് കുറുന്നനെ. ഒരാളോ രണ്ടാളോ മൂന്നാളൊക്കെ MP-മാർ, അധികമൊന്നായിട്ട് വലിയൊരു ഒരു എന്താ പറയുക, ഒരു ഓളം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ട് പ്രകോപനം. ഇപ്പം തന്നെ നമ്മൾ വരാൻ പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ആവൂലേ, ഇതെല്ലാം ചർച്ച നടക്കുകയാണ്. ഒരു അറബിക് യൂണിവേഴ്സിറ്റി ഇല്ല കേരളത്തിൽ, ഇല്ല. അറബിക് യൂണിവേഴ്സിറ്റി ഇല്ല. ഉദവികളെ, അറബിക് യൂണിവേഴ്സിറ്റി ഇല്ല. പക്ഷേ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട്. ആരാ കൊടുത്തത്? ലീഗ്. മലയാള യൂണിവേഴ്സിറ്റി ഉണ്ട്. ആരാ കൊടുത്തത്? ആരാ സംസ്കൃത യൂണിവേഴ്സിറ്റി കൊടുത്തത്? ET. ആരാ മലയാള സർവകലാശാല കൊടുത്തത്? അബ്ദുറബ്ബ്. അറബിക് യൂണിവേഴ്സിറ്റി ലീഗ് കൊടുക്കണ്ട, എന്താ കൊടുക്കാത്തത്? ഇതായിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് തുടങ്ങിയ പ്രശ്നം, ലീഗിന് യൂണിവേഴ്സിറ്റിയേക്കാൾ പ്രാധാന്യമാണ് ഈ സമാജത്തിൻ്റെ, സമുദായത്തിൻ്റെ അന്തസ്സുള്ള ഉറക്കവും ജീവിതവും. ആദ്യമ കളിച്ചിട്ടുള്ള കളിയില്ല. സമാധാനം അതിപ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് തരോത്ത് കിട്ടുമ്പോൾ നമ്മളതിൻ്റെ താപ്പിൽ ചെയ്യും. ഏതുപോലെ മോയിൻകുട്ടി വൈദ്യർക്ക് സ്മാരകം ഉണ്ടാക്കാൻ CH-നോട് പറഞ്ഞപ്പോൾ CH പറഞ്ഞു, മോയിൻകുട്ടി വൈദ്യർക്ക് ഇപ്പോൾ സ്മാരകം ഉണ്ടാക്കി എല്ലാവരും കൂടി വിപ്ലവം തുടങ്ങും. പൂന്താനത്തിനൊന്ന് തുടങ്ങുക, അപ്പം അതിൻ്റെ കൂർത്തി തുടങ്ങാം. അങ്ങനെ ഓരോന്ന് തുടങ്ങി മനോഹരമായിട്ട്. നമ്മളെ കൊടുങ്ങല്ലൂർ ഭാഗത്ത്, നമ്മുടെ ഇരിങ്ങൽ കോട്ടക്കൽ ഭാഗത്ത് ഒരു സ്കൂളുണ്ട്. കുഞ്ഞാലിമരക്കാരുടെ പേരിലാണ് ആ സ്കൂൾ. ഞാനവിടെ പോയി പ്രസംഗിച്ചു. സമത് പൂക്കോട്ടൂരുണ്ടായി. ആ സ്കൂളിന് ആ പേര് വന്ന കഥ പൂക്കോട്ടൂർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവിടുത്തെ ഒരു പ്രഗത്ഭനായ ഹൈന്ദവ തിരുമേനിയുടെ പേരിടാൻ തീരുമാനിച്ചു. അപ്പോൾ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം എതിർത്തു. കുഞ്ഞാലിമരക്കാരെ പേരിടാൻ തീരുമാനിച്ചു. അപ്പോൾ ആരെ എതിർത്തു? ഹൈന്ദവരും എതിർത്തു. അങ്ങനെ ജഡ്ജി സിറ്റിങ്ങിന് വന്നു, ഇതിന് എന്ത് പേരാടേണ്ടതെന്ന്. നാട്ടുകാർ തീരുമാനിച്ചു, CH മുഹമ്മദ് കോയ സിറ്റിങ്ങിന് ഹാജരായാൽ മതി, ഞങ്ങൾക്ക് തൃപ്തിയാണ്, മൂപ്പര് പറയുന്ന പേര് ഞങ്ങൾ അംഗീകരിച്ചോളാറ്. CH മുഹമ്മദ് കോയ സാഹിബ് സിറ്റിങ്ങിന് ഹാജരായി. ആ 2 ടീമിനെ ഇരുത്തി. മക്കളെ ശ്രദ്ധിക്കണേ, 2 ടീമിനെ ഇരുത്തി. എന്താ കുഞ്ഞാലിമരക്കാരെ പേരിട്ടാൽ എന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞേ അങ്ങനെ ഒരു സമുദായത്തിന് ഇടാൻ പറ്റില്ല. എന്താ തിരുമേനിയുടെ പേരിട്ടാൽ വേറെ കൂട്ടർ പറഞ്ഞേ അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പറ്റൂല. CH പറഞ്ഞു ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് പറയാം. ആയിക്കോട്ടെ പറഞ്ഞു 2 കൂട്ടരും. എന്നാൽ കുഞ്ഞാലിമരക്കാർ. അങ്ങനെ കുഞ്ഞാലിമരക്കാർ വന്നു. കുഞ്ഞാലിമരക്കാർ മാപ്പിള എന്ന കാറ്റഗറിയിലല്ല, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന കാറ്റഗറിയിൽ വരട്ടെ. അങ്ങനെ ഇത് തന്നെയാണ് CH-നെ. CH M കോയ, C ഫോർ ക്രിസ്ത്യൻ, H ഫോർ ഹിന്ദു, M ഫോർ മുസ്ലിം. CH M കോയ, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ എന്ന് കേരളം നീട്ടി വിളിച്ചത്. ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മളുടെ
എന്തെങ്കിലും ഒരു സ്വഭാവം കാരണമായി മറ്റവനെ പ്രകോപിതനാക്കി നാട്ടിൽ കച്ചറുണ്ടാക്കി കത്തിച്ചിട്ട് നാട് നശിപ്പിച്ചിട്ടല്ല കാര്യം. നല്ല പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ കണ്ടങ്ങൾ ചർച്ച ഗതി മാറി. വയനാട് ഊരെടുത്തോടുകൂടി എല്ലാവരും പറഞ്ഞു അല്ലല്ലാ മുസ്ലിങ്ങൾ സംഭവം ഇങ്ങനെയൊക്കെയാണല്ലേ ഇവർ കണ്ടില്ലേ, സ്വന്തം കാശെടുത്ത് എല്ലാവരും എന്ത് നല്ല സ്നേഹം. അല്ലോ ആരാ ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ പൊതു അവധിയാക്കിയത്? CH. ആരാ പറയുന്നത്? ശ്രീധരൻപിള്ള. നോക്കണേ, ഓരോരുത്തരും അതങ്ങനെ നീറ്റ് വന്ന് പറയണേ ഇവർ നല്ല ടീം, ഇവർ പേരെന്തായിക്കോട്ടെ. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു, അതുപോലെ രാഹുൽ ഈശ്വർ പറയുന്നു. ഇപ്പോൾ ഈ തർക്കമൊക്കെ നടക്കുകയാണെങ്കിൽ VD സതീശനോ ചെന്നിത്തലാന്നോ നിങ്ങൾ അതിനെ നിൽക്കേണ്ടതാ. കുഞ്ഞാലിക്കുട്ടി നല്ല മുതൽ, നല്ല കഴിവ്, നല്ലവൻ. ഇത് പറയുന്ന കോലത്തിൽ നമ്മൾ വളർന്നു വന്നത് എന്താ അറിയോ? മൻ തവാല റഫഅഹുല്ല, താഴ്മ ചെയ്ത അള്ളാഹു ഉയർത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോനെ, ഉത്തരേന്ത്യ അടക്കമുള്ള മേഖലകളിൽ നമ്മൾ വലിയ സമ്മേളനം പരിപാടിയൊന്നും വെച്ച് അവിടെ ജഗപുക ആക്കിയില്ലെങ്കിലും ഉത്തരേന്ത്യക്കാരുടെ പള്ളി കാക്കാൻ ഇവിടുന്ന് പോയവരാണ് 47 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റായി അംഗീകരിച്ച് ഒരു ബില്ല് കൊടുക്കുന്നത്, ശരീഅത്ത് ബില്ല് കൊടുക്കുന്നത്, മുത്തുനബീനെ മോശാക്കിയ പുസ്തകം നിരോധിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ മുസ്ലിം ലീഗ് കൊണ്ടുള്ള മെച്ചം ഇന്ത്യ മുഴുക്കുണ്ട്. എല്ലായിടത്തും ജഗപോക ആക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പറ്റാൻ പറ്റിയ നല്ല അന്തരീക്ഷമല്ല. നമ്മുടെ നിയ്യത്ത് അതല്ല. രൂപീകരണ കാലത്ത് പോണ്ടാന്ന് തീരുമാനിച്ചത് മുസ്ലിം നാടുകളിലേക്കാണ്. ആ ചിന്ത ഇന്നും ലീഗ് കാത്തു സൂക്ഷിച്ചു പോരുന്നു. ലീഗിന് സമ്മേളനത്തിൻ്റെ ബാഹുല്യത്തിലെ ജനസംഖ്യ കണ്ട് മതിമറക്കുന്നതിനേക്കാൾ സന്തോഷം കുറഞ്ഞ ആൾക്കാർ സമാധാനത്തോടു കൂടി ദാറുലുദ നടത്തിയിട്ട് ജാർഖണ്ഡിലും ഉത്തരേന്ത്യയിലും മറ്റുള്ളിടത്തൊക്കെ നീങ്ങലാണ്. ആ അന്തരീക്ഷമാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. സതുദ്ദേശപരാണ്, നിയ്യത്ത് ക്രിസ്റ്റൽ ക്ലിയർ. അള്ളാഹു നിലനിർത്തട്ടെ. 10 മിനിറ്റ്. ലീഗ് ഇപ്പോൾ UDF പ്രധാന ഒരു ഘടകകക്ഷിയാണ് ലീഗ്. ലീഗിൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ സീറ്റും അതുപോലെ തന്നെ മറ്റ് സ്ഥാനങ്ങളും ആവശ്യപ്പെട്ടുകൂടെ? അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സംവിധാനത്തിൽ തന്നെ മെച്ചം ഉണ്ടാവുക. പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ലീഗിലുണ്ടായിരിക്കും. ലീഗ് ഉണ്ടെങ്കിലേ ഭരിക്കൂ എന്ന് പറയണമെങ്കിൽ സീറ്റിൻ്റെ എണ്ണം കിട്ടണം. ടോട്ടൽ സീറ്റ് 140, പകുതി 70. അപ്പോൾ ഒരു ലീഗിന് ഇപ്പോൾ 20 കിട്ടിയെന്ന് കൂട്ടുക, 50 20 ആവണം, എന്നാലേ വിലപേശാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പരുവത്തിലാണോ വരുന്നതെന്ന് അറിയില്ല. ഭൂരിപക്ഷം ഇപ്പോൾ എൻ്റെ ഇതിലൊരു 84 ഞാൻ ഉറപ്പിച്ചുള്ളത്. അങ്ങനെ എന്നാൽ ഈ കേരള കോൺഗ്രസ് മറ്റുള്ളതൊക്കെ പാടെ കൂടി കോൺഗ്രസ് ഒഴിച്ചാൽ മുസ്ലിം ലീഗിന് ഒരു 10 20 കിട്ടുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഡിമാൻഡ് വെച്ച് നേടിയതാ. മലപ്പുറം ജില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അറബി ഭാഷ, ഇതൊക്കെ നമ്മൾ അങ്ങനെ നേടിയത് തന്നെയാണ്. പക്ഷേ ഇത് സമൂഹത്തിലൊരു ചർച്ചയാക്കി ഇട്ട് കൊടുത്താൽ ഇവരിങ്ങനെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ ഭീഷണി വാങ്ങുന്ന ടീമാണെന്ന് വരുത്തി തീർക്കണം. കോലത്തിലേക്ക് ഉയരാതെ നോക്കണം. കാരണം ഇതൊരു ബഹുസ്വര സമൂഹത്തിലായി നിൽക്കുന്നത്. കാരണം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പേരുള്ള ഈ ടീമിനെ ഗുരുവായൂരിൽ PKK ബാവ മത്സരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം തുറന്നപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയൊരു ചെറിയ കോണി ചിഹ്നം കിട്ടുകയാണ്. കോണി സ്വർണം. ലീഗ് തോൽക്കരുതേന്ന്. എവിടെ നമ്മളെ സമുദായത്തിൽ. അപ്പോൾ ലീഗ് തോൽക്കാൻ വേണ്ടി അപ്പുറത്ത് റാത്തീബ് നടക്കണ നേരത്താണിപ്പോൾ അത് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളെ മറ്റ് സമൂഹം കാണുന്നത് അങ്ങനെയാണ്. ഇവരൊരു വിലപേശി ഹൈജാക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി വാങ്ങണോരാണെന്ന് വരുത്തണോ അതോ അല്ലാതെ പോകുന്ന ഒരു നല്ല ടീം. ഇവർ കുഴപ്പക്കാരല്ല, കൂടിയോ കൊടുല. ഇത് വരുത്തലാണ് ഭംഗി. മെല്ലെ മെല്ലെ പോകലാണ് നല്ലത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അറബിക് മാഷുമാർ ഇവിടെയാണ്. പാലക്കാട് വിട്ട 1-ാം തീയതി ശമ്പളം വാങ്ങുന്ന അറബിക് മാഷില്ല. മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് ഇവിടെയാണ്. യത്തീംഖാന ഗ്രാൻഡ് ഇവിടെയാണ്. ഇതൊക്കെ നമ്മൾ നേടിയതാണ്. ആ നേടിയതൊക്കെ ഒരു നിമിഷ നേരത്തെ വികാരപ്രകടനത്തിന് വേണ്ടി ചുട്ട് ചാമ്പലാക്കരുതെന്നാണ് നമ്മുടെ പോളിസി. അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പോളിസി. ആ പോളിസി പത്തരമാറ്റിൻ്റെ തിളക്കുള്ളതാണ്.
പ്രകോപിപ്പിക്കാതെ പ്രലോഭിപ്പിക്കാതെ ഇവരൊരു വിട്ടുവീഴ്ചയുടെ ടീമാണെന്ന് വരുത്തണം. അത് നമ്മൾ പലതും വരുത്തി. ആൻ്റണീനെ തിരുരങ്ങാടിയിൽ നിർത്തി. ആരെ സീറ്റിൽ? ലീഗിൻ്റെ ചിഹ്നം കൈപ്പത്തി കോണിക്ക് ചെയ്യണോടുത്ത് ജയിപ്പിച്ചു കൊടുത്ത് ഞങ്ങൾക്കിതൊക്കെ കഴിയുമെന്ന് വരുത്തി. ഒരു ക്രിസ്തീയ സമുദായക്കാരനെ ജയിപ്പിച്ചു. അപ്പോൾ നമ്മളെ മതിപ്പിങ്ങനെ ഇതായി വരികയാണ്. ഈ സമയത്ത് കോൺഗ്രസുമായുള്ള സഖ്യങ്ങൾ വേർപ്പെടുന്ന ഘട്ടം വന്നു. അന്ന് വീണ്ടും കൂടുമ്പോൾ 47 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റായി അംഗീകരിച്ച് ഞങ്ങൾ കൂടണമെങ്കിൽ ഇന്ന ഷർത്ത് എന്ന് ഡിമാൻഡ് വെച്ചു. മതസ്ഥാപന ദുരുപയോഗം തടയൽ ബില്ലുണ്ടായിരുന്നു. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആരാധനാലയങ്ങളുടെ സ്വാതന്ത്ര്യം 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പള്ളിയാണോ അങ്ങനെ നിർത്തണമെന്ന് സുപ്രീം കോടതിന് വിധി വന്നു ചില പള്ളിയുടെ കാര്യത്തിൽ. ഈ നിയമം ഉണ്ടായതുകൊണ്ടാണ്. ആ നിയമം കിട്ടിയത് ഇസ്ലാമിക ശരീഅത്ത് ബില്ല് അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ നേടിയിട്ടുണ്ട്. നമ്മളൊരു ഇസ്ലാമിക മൂവ്മെൻ്റ് ആണെന്ന് വലിയൊരു സംഭവമാക്കിയിട്ടാണ് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ അങ്ങനെ വെറുതെ കുത്തിരിക്കല്ല. അവർക്ക് ഇങ്ങനായ ഒന്ന് നമുക്കൊരു കമ്മ്യൂണൽ വിഷയം ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ വെറുതെ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതുപോലെയുള്ള സംഭവം. പക്ഷെ നമ്മൾ എന്താ ചെയ്യണ്? വെള്ളാപ്പള്ളി ഇങ്ങോട്ട് പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈഴവനെ അങ്ങോട്ട് പറയുന്ന വിചാരിക്കണം. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? ഈഴവനെ പറയാതെ മൂപ്പരെ മാത്രം വെടിവെക്കുകയാണ്. സുകുമാരൻ നായർ പറയുമ്പോൾ നായർ സമുദായത്തെ പറയാതെ മൂപ്പരെ മാത്രം പിടികൂടുകയാണ്. സൂക്ഷിച്ച് നോക്കണം. ഇലക്കും മുള്ളിനും കേടുപറ്റാതെ പോകണം. അതാണ് നമ്മളെ തങ്ങന്മാരും അമീറന്മാരും ചെയ്തത്. അത് നമ്മളൊക്കെ പാടെ ആലോചിച്ചിട്ടാണ്. അല്ലാണ്ട് ഒറ്റ ദിവസത്തെ നേരത്തെ വികാരപ്രകടനത്തിന് വേണ്ടി ഈ നമ്മളെ 921 ശേഷമേ ഇതൊക്കെ ഈ ദാറുലൂദി ഇതൊക്കെ കെട്ടിപ്പടുത്തും കൊണ്ട് നീറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഒറ്റയടിക്ക് തൂഫാനാക്കണോ? നന്നായി ശ്രദ്ധിച്ചു പോകണം. വളരെ കരുതൽ വേണം. പേടിച്ചിട്ടല്ല അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതൊക്കെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി കിട്ടും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കൂടെ നമ്മൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ ഈ അഹമ്മദ് സാഹിബ് മന്ത്രിയായപ്പോൾ നമുക്ക് കേന്ദ്രത്തിലൊരു മന്ത്രിനെ കിട്ടിയപ്പോൾ എന്തെല്ലാം ആജിമാർക്ക് അറഫയിൽ, മുസ്ദലിഫയിൽ, മിനയിൽ, ഐക്യരാഷ്ട്രസഭയിൽ, വിമാനത്താവളത്തിൽ, സൗദിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ പരിശുദ്ധ റൗള ഷരീഫിൻ്റെ സമീപത്ത് ഈ തൊപ്പിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എന്നോട് അവിടുത്തെ പട്ടാളക്കാർ അഹമ്മദ് മാലൂം അറബിയിലും ചോദിച്ചു. അഹമ്മദ് ഏത് അഹമ്മദ്? ഞാൻ അവൻ്റെ ഒപ്പമുള്ള KMCCക്കാരൻ പറയും ആരെ പറ്റിയാണ് ചോദിക്കണേ അറിയാം. ഈ അഹമ്മദ് സാഹിബ് ഇട്ടിന്ന് തൊപ്പിയാണോ ചോദിക്കുകയാണ്. അപ്പോൾ അഹമ്മദിൻ്റെ പവർ എവിടെ? ഐക്യരാഷ്ട്രസഭയുടെ അകത്തളത്തിലും സാർക്ക് ഉച്ചകോടിയിലും റാബിത്തത്തുൽ ആലമിലും അറഫ മൈതാനിയിലും റൗള ഷരീഫിൻ്റെ ചാരത്തൊക്കെ വെട്ടിത്തിളങ്ങുക. അപ്പോൾ നമ്മൾ പോണ പോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. മോൻ്റെ ചോദ്യത്തിന് ഉത്തരം. നമ്മളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെ മനസ്ഥിതി പോകണം. ന്യൂനപക്ഷ പാർട്ടിയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറെ എങ്ങനെയാണ് പോകേണ്ടത്? 10 ഏക്കർ ലോറി ഇല്ലേ, പാണ്ടി ലോറി, അതിന് മൂടിട്ട് കൊടുക്കാൻ പറ്റുമോ? അതിന് മൂടിട്ട് കൊടുത്താൽ മൂടാണ്ട് പോകും. ഓട്ടോറിക്ഷ ഇത് സാധനം. നമ്മൾ പോണ പോക്ക് എന്താ അറിയാം, മെല്ലെ സൈഡാക്കി കൊടുത്തും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ. കാരണം നമുക്കൊരു യാത്ര ഉണ്ട്, വിചാരിച്ചു കൊടുത്ത് എത്തണം എന്നത്. അവിടെ നമ്മൾ താന്തോന്നിയായി പോകരുത്. ന്യൂനപക്ഷ രാഷ്ട്രീയം കൈയാളേണ്ടത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ അതിൽ നിൽക്കണം. ഓക്കെ, 6 മിനിറ്റ്. സലാം. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളും ഇപ്പോൾ ഇലക്ഷൻ്റെ കമ്മീഷനെ കുറിച്ച് ഒക്കെ BJPൻ്റെ ആൾക്കാരിങ്ങനെ തന്നെ വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ BJP സീറ്റ് കിട്ടി തുടങ്ങിയാണ്. ഇതിൽ നിന്നൊരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമാണോ? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സാധ്യമല്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഖലായിൽ വിശ്വസിക്കുന്നവരാണ്. പിന്നെ 2 സീറ്റ് ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ 2 സഭ ഭരിക്കുന്നത്. 2 സീറ്റായിരുന്നു അന്ന്. സേഠ് സാഹിബ് അതിനകത്ത് പോലെ 2 ആൾ ഇവിടെ ഉണ്ടാകുമ്പോൾ LK അദ്വാനി, വാജ്പേയി 2 ആണ്. ഇത് ഒറ്റയടിക്ക് ഈ അന്ധമായ കോൺഗ്രസ് വിരോധം പറഞ്ഞിട്ട് തകർത്ത് തരിപ്പണാക്കി ഇതിൽ കൂടി ഇവരുണ്ട് കയറിയെന്ന്. അന്ന് വാണക്കാട് തങ്ങളെ അറിഞ്ഞ് ഇപ്പം നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞെന്നാണ്. തകർക്കല്ലേ. കാരണം ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് തകർന്നാൽ ഉള്ളിൽ കൂടി വരിക BJP എന്ന് പറഞ്ഞപ്പോൾ ആരും ഉൾക്കൊണ്ടില്ല. ഇപ്പോൾ എല്ലാവരും കോൺഗ്രസിനെ വലുതാക്കാനും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നടക്കുകയാണ്.
ഇനി അതിനെ വളർത്തി കൊടുത്തിട്ടുണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയൊന്നുമല്ല. ഇപ്പം എല്ലാം കയ്യിലായി. സുപ്രീം കോടതി നമ്മളെ കയ്യിലാന്ന് പറയുന്ന കോലത്തിലായി. ഇലക്ഷൻ കമ്മീഷൻ കണ്ടില്ലപ്പോൾ ഈ സ്ട്രോങ് റൂമൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഡയറി മറന്ന്, തീപ്പെട്ടി മറന്ന്, തോർത്തുണ്ട് മറന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോന്ന് തുറക്കണം. പേടി തന്നെയാണ്. കർണാടകയിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്തതിൽ ബാലറ്റ് പേപ്പറാണ്, ഇനി സീൽ ചെയ്ത പേപ്പറാണ്. ആ വോട്ടിംഗ് മെഷീൻ ഇല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ. അവിടെ ഹിജാബും വിഷയമൊക്കെ വന്ന നാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ശുഭപ്രതീക്ഷ ഉണ്ട്. കഴിഞ്ഞ സ്ത്രീ സംവരണ ബില്ല് രാജ്യസഭയെ തോറ്റു, മതിയായ അംഗബലമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബംഗാൾ, തമിഴ്നാട്, കേരളം, ഈ മൂന്നും BJPക്ക് എതിരായ ഒരു സഭയിൽ കുത്തനെ കുറയും. ഭരണഘടനാ ഭേദഗതി നടക്കൂല. പിന്നെ ഈ നിതീഷ് കുമാർ ഇവരെ കൂട്ടത്തിൽ തന്നെ തമ്മിൽ യോജിക്കാത്തവരുണ്ട്. എല്ലാവരും യോജിപ്പില്ല. കാരണം ആയിരത്തെ ചിലവരും സ്ത്രീ സംവരണ ബില്ലിൽ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ ഞാനൊരു നാടൻ ഭാഷ പ്രയോഗിക്കുകയാണ്. വസാത്തി പറയുന്ന പോലെ ചിലപ്പോൾ രണ്ടിടത്തായി കിട്ടിയാൽ, അഥവാ BJP രണ്ടായാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി കയറിയിരുന്നാലും അത്ഭുതപ്പെടാനില്ല. തഹജ്ജുദ് നിസ്കരിച്ച് തേടണം. വോട്ട് മാത്രമല്ല, അള്ളാഹുവിന് കഴിയും. നിങ്ങളെല്ലാവരും മക്കളെ, ദാറുൽ ഹുദയുടെ ഈ സ്ഥാപനത്തിലെ സന്തതികളെ ഇന്നു മുതൽ തഹജ്ജുദ് നിസ്കരിച്ച് തേടുക. ഞാൻ എന്നും തേടുന്നു. ഇന്നിൻ്റെ തഹജ്ജുദ് കിട്ടിയില്ല, മിനിഞ്ഞാന്ന് ഞാൻ തേടി. ഞാൻ പറയുന്നു, അള്ളാഹുവിന് പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ഇവർക്കിടയിൽ അനൈക്യം വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട്. അതിന് അനുകൂലമായ സംഭവങ്ങൾ ആണ് ഈ ജനാധിപത്യം. ആ ആയുധത്തേക്കാൾ അപ്പുറം വിശ്വാസിയുടെ ആയുധം അദ്ദുആഉ സ്വലാഹുൽ മുഅ്മിൻ, അല്ലേ? സ്വലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ. ദോർന്നോളി. ചിലപ്പോൾ അന്തരീക്ഷം അനുകൂലമായി കിട്ടിക്കൂടായി ഒന്നുമില്ല. എനിക്ക് നമ്മൾ അല്ലേ വലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുതെന്നാണ്. നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഉദാഹരണം, ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ തലപ്പത്താരാ? അമേരിക്കയിൽ യുവാക്കൾ ഇപ്പോൾ റഫറൻഡം നടത്തി. 75% യുവാക്കൾ ആർക്കെതിരാണെന്നറിയോ? ട്രംപിനെതിരാ. റിപ്പോർട്ട് വന്നു 75% യുവാക്കൾ ഇയാളെ സ്വഭാവത്തിൻ്റെ ഒപ്പമല്ല. അപ്പോൾ കുറേയൊക്കെ പേരിങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇതിലിഞ്ഞ് പഠിപ്പിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞ എഡ്യൂക്കേറ്റഡായിട്ടുള്ള ടീം ഈ ഫാസിസത്തെ അനുകൂലിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല അന്തരീക്ഷം ഹൈന്ദവർക്കിടയിലും വന്നിട്ടുണ്ട്. BJPക്കാരായ ഹിന്ദുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ, അവരെ പ്രകോപിപ്പിക്കാതെ സ്നേഹത്തിൻ്റെ തണലിലേക്ക് അവരെയും ചേർത്തി പിടിച്ച് മുസ്ലിമിനെ സ്നേഹിക്കുന്ന ഹൈന്ദവനെ കൂടുതൽ സൃഷ്ടിച്ചെടുക്കാനാവണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതീക്ഷയുണ്ട്. 2 മിനിറ്റ്. പുതിയ സമൂഹത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ യുവജനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തെ പിന്തുണക്കുക എന്നതിലുപരി നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളതാണ് പുതിയ ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് എൻ്റെ ചോദ്യം. ഒന്നുകൂടി വ്യക്തമാക്കുമോ? മനസ്സിലായില്ല. ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കാതെ ഞാൻ പൊളിറ്റിക്കലി എൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ പൊളിറ്റിക്കലി കറക്റ്റാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. യെസ്, ആരും പ്രതിനിധീകരിക്കാതെ എൻ്റെ ഒരു തീരുമാനത്തിനനുസരിച്ച്. അതിൻ്റെ മുമ്പത്തെ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? മോഡി ഒരു ഭീകരതയാണ്, മാറുമെന്നാണ് ചോദിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അയാൾ കയറിയത് വോട്ട് കൊണ്ടാണ്. ഇനി അയാളെ ഇറക്കൽ JCB ഉപയോഗിച്ചല്ല, കയറിട്ടിട്ടുമല്ല. വോട്ടെണ്ണുമ്പോൾ കുറവ് അയാൾക്ക് കിട്ടണം, കൂടുതൽ നമുക്ക് കിട്ടണം. നയമാണ് പ്രധാനം, അയാളെ ഇറക്കലാണ് നയം. ആ നയത്തിനോട് യോജിക്കുന്നവർക്കാണ് UPA സഖ്യം എന്ന് പറയുക. ഒന്നിൻ്റെ കൂടെ നിൽക്കാതെ ഈ മുറാദ് ഹാസിലാവില്ല. ഇറക്കണം എന്നുണ്ടെങ്കിൽ കയറ്റുന്നവരൊപ്പം നിൽക്കണം. ആ പൊളിറ്റിക്കൽ ചിന്താഗതിയാണ് വളർത്തിയെടുക്കേണ്ടത്. ഓരോരുത്തരുടെയും രാഷ്ട്രീയമല്ല അത്. എറണാകുളത്തൊക്കെ 2020 പറയുന്ന പോലെ അങ്ങനെ നിന്നാൽ ഓരോരുത്തരും അങ്ങനെ ആയിട്ടാണ് പോകും. അതാണിപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത്. 3000 വോട്ടിന് ഗുജറാത്തിൽ BJP ജയിച്ച സ്ഥലത്ത്
4500 വോട്ട് SDPI പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കാസർഗോഡ് സംഭവിക്കാൻ പോകുന്ന അതാണ്. തോന്നിയൊരു വയല് തോന്നി വയ്ക്കും, എല്ലാവരെയും മുറാതെ ഇയാളെ ഇറക്കലാണ്. അത് പറ്റൂല, മനസ്സിലായില്ലേ? ഈ ഒരു തമാശ പറയാറുണ്ട് ക്യാൻറ്റീൻ. ഇപ്പം നിങ്ങൾ ക്യാൻറ്റീനിലെ കുട്ടികളല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം പൊറോട്ട നാളെ ചുടണ്ട എന്നുള്ളൊരു റഫറൻഡം നടത്തുകയാണ് നിങ്ങൾ. നാളെ പൊറോട്ട വേണോ വേണ്ടേ? അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ? പൊറോട്ട വേണ്ടാന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചാലേ നാളെ പണ്ടാരി പൊറോട്ട ചുടാതിരിക്കുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തെന്നറിയാം? ഒരു കൂട്ടർ ഇഡ്ഡലിക്ക് വോട്ട് ചെയ്ത്, ഒരു കൂട്ടർ പുട്ടിന് വോട്ട് ചെയ്ത്, ഒരു കൂട്ടർ എന്ത് ചെയ്ത് മറ്റേ വേറെ പറയൂ ദോശക്ക് വോട്ട് ചെയ്ത്. അങ്ങനെ എല്ലാതും കൂടി ആയി നോക്കുമ്പോൾ 20 ആൾ പൊറോട്ടക്കും വോട്ട് ചെയ്തു, 80 ആളൊക്കെ പാടെ പലേതുമായി വീണ്ടും പൊറോട്ട തിരിച്ചു വന്നു. അതിന് കാരണം എന്താ? നയമാണ് പ്രധാനം. അതുകൊണ്ട് ഇപ്പോഴത്തെ നയം എന്താ? ഫാസിസത്തെ തകർക്കുക, അതാണ്. അതോടൊപ്പം കേരളത്തിൽ കമ്മ്യൂണിസവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം രണ്ടും ഒരേ തുകൽ പക്ഷികളാണ്. അത് നേർക്കുനേരെ വരുന്നു, ഇത് മറ്റൊരു കോലത്തിൽ വരുന്നു. രണ്ടും ദീന് കളയുന്നത് തന്നെയാണ്. ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ ഈ കൂട്ടായ്മക്കെതിരെ ശക്തമായ ഉറച്ച രാഷ്ട്രീയ ചിന്താഗതിയാണ് വേണ്ടത്. നോട്ട് വൺ മാൻ പൊളിറ്റിക്സ്. ഒരാളുടെ ചിന്താഗതിക്കല്ല രാഷ്ട്രീയത്തിൽ പ്രധാനം, നയത്തിനാണ്. നയം ഈസ് എ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഇയാളെ ഇറക്കലാണ്. ഇറക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കണം. 14 സ്ഥാനാർത്ഥി ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി 1, SDPI വേറൊന്ന്, മറ്റൊരൊന്ന്, എന്നിട്ട് 3000 വോട്ടിന് താമര ജയിക്കുക. ഇവരെ വോട്ടൊക്കെ പാടെ മറ്റാൾക്ക് കൊടുക്കുകയാണെങ്കിലോ ഒരു താമരനെ തോൽപ്പിക്കുന്ന അവിടെ. ഈ പൊട്ടത്തര രാഷ്ട്രീയം ഇനി ദുനിയാവിൽ പാടില്ല എന്നാണ് ലീഗിൻ്റെ പോളിസി. ഓക്കെ, കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനിയൊന്നും ചോദിക്കാനില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു എക്സ്ട്രാ ടൈം കഴിഞ്ഞു, നിർത്താം. വിശക്കുന്നു. അള്ളാഹു ഈ കൂടലും പിരിയിലൊക്കെ തമ്മിൽ നിന്നൊരു നല്ല കർമ്മമായി സ്വീകരിക്കട്ടെ. ഇന്ന് എൻ്റെ ദിവസം എനിക്ക് ഏറെ മനസ്സിന് ആനന്ദം പകരുന്ന ദിവസമാണ്. ഹുദവികളെ കൺമുമ്പിൽ കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. ഇനിയും ഇതുപോലെ സംവദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതോടൊപ്പം സമുദായത്തിനിടയിൽ അനൈക്യം വരാതിരിക്കാൻ കാത്തു സൂക്ഷിക്കണം. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത ബൈനിനാ വഹ്ദിനാ സുബുലസ്സലാം വനജ്ജിനാ മിനൽ ളുലുമാതി ഇലന്നൂർ. അല്ലാഹുമ്മ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് അന്ത ഖൈറുൽ ഫാത്തിഹീൻ. ഒരിക്കലും നിങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് അനൈക്യം എവിടെ വരണോ ഒന്നും കൂടി അത് സ്പീഡായുള്ള പണിയെടുക്കരുത്. എൻ്റെ ഇടപെടൽ കാരണം, എൻ്റെ ഒരു വർത്തമാനം കാരണം, എൻ്റെ ഒരു പ്രസംഗം കാരണം, എൻ്റെ ഒരു എഴുത്ത് കാരണം, അല്ലെങ്കിൽ എൻ്റെ ഒരു കമൻറ്റ് കാരണം, ഒരു ലൈക്ക് കീപ്പട്ടായ കാരണം തമ്മിലടി ഒരു ഗ്രൂപ്പിൽ വരികയാണ്, സമുദായത്തിൽ വരികയെന്ന് തോന്നുകയാണെങ്കിൽ ആ വിരൽ പടച്ചോനെ വിചാരിച്ച് ആ ഗ്രൂപ്പിലിടരുത്. അതോടൊപ്പം ദാറുൽ ഹുദയുടെ പേരിൽ നമുക്ക് അനൈക്യം ഉണ്ടാക്കരുത്. നമുക്ക് എപ്പോഴും ഉള്ള സന്തോഷമാണ് കളിയാടേണ്ടത്. എവിടൊക്കെ അനൈക്യങ്ങൾ വരുന്നോ അവിടങ്ങളിലൊക്കെ അത് ഊതി വീർപ്പിക്കാനോ മറ്റോ കമൻസുകളൊന്നും നിങ്ങൾ ആരും പരസ്പരം ഷെയർ ചെയ്യരുത്. ഒന്നും അടുപ്പിക്കാനാണ് എല്ലാവരും നോക്കേണ്ടത്. മാത്രമല്ല അങ്ങനെ വല്ല ഗ്രൂപ്പിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്ന് മാറണം. ഇനി അനൈക്യത്തിന് ആഗ്രഹിക്കുന്നവരൊക്കെപ്പാടെ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ നല്ല പേരൊന്നും ഇടാതെ ആ ഗ്രൂപ്പിന് അവനവൻ്റെ വാപ്പാൻ്റെ പേരിടണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു കോർ കമ്മിറ്റിയും മറ്റും പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി